അപ്പൊ നമുക്കിന്ന് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നൊരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. +2 ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് മൈക്രോബ്സ് എന്ന് പറയുന്നത്. എൻ്റെ പേര് ഐശ്വര്യ. ഞാനിപ്പോൾ ബൾഗേറിയയിലോട്ട് പോകുകയും അവിടെ എനിക്ക് ക്ലെവൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. എൻ്റെ വിസ പ്രോസസ്സ് എല്ലാം ചെയ്തു തന്നത് പ്രൈവറ്റ് എഡ്യൂക്കേഷനാണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു. നേക്കഡ് ഐസ് അല്ലെ, ബട്ട് ക്യാൻ സീ അവർ ത്രൂ മൈക്രോസ്കോപ്പ്. നമുക്ക് ഒരിക്കലും നമ്മുടെ നേക്കഡ് ഐ, നമ്മുടെ കണ്ണുകൊണ്ട് ഒരിക്കലും ആ ഒരു സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിനെ കാണണമെങ്കിൽ നമ്മൾ എന്തിലൂടെ ഒബ്സർവ് ചെയ്യണം? മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൈക്രോബ്സിനെ കാണാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് പറയാം എന്തൊക്കെയാണ് മൈക്രോബ്സിന്റെ ചില കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈക്രോബ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ മൈക്രോബ്സ് വളരെയധികം microbes which cannot see our naked eyes. പക്ഷെ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൈക്രോബ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അതില് വരുന്ന കിങ്ഡം ആരൊക്കെയായിരിക്കും? കിങ്ഡം മൊണീറ അല്ലെ മക്കളെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊണീറ, പ്രൊട്ടിസ്റ്റ ആൻഡ് ഫംഗ്. ഇവരെല്ലാം എന്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്? മൈക്രോബ്സിലാണ്. കിങ്ഡം മൊണീറ എന്ന് പറയുന്ന ആള് ഓൺലി മൈക്രോസ്കോപ്പിക് ആണ്, പ്രോകാരിയോട്സ് ആണ്. കിങ്ഡം മൊണീറ ഓൺലി മൈക്രോസ്കോപ്പിക് ആണ്, അതുപോലെ തന്നെ പ്രോകാരിയോട്സും കൂടിയാണ്. അപ്പൊ ഇത്രയാണ്. പിന്നെ അതുപോലെ തന്നെ മൈക്രോബ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റും. മൈക്രോബ്സ് ക്യാൻ ബി സീൻ എവ്രിവേർ. എല്ലാ സ്ഥലത്തും നമുക്ക് മൈക്രോബ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ സോയിൽ, വാട്ടർ, അതുപോലെ തന്നെ ഇൻസൈഡ് അവർ ബോഡി അല്ലെ, നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. അതുപോലെ അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ബോഡിയിൽ കാണാൻ പറ്റും. സോ മൈക്രോബ്സ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലും ജീവിക്കുന്ന കുറേയധികം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ജീവികളുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് മൈക്രോബ്സ് എവിടെയൊക്കെ കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല്, തെർമൽ വെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, തെർമോസിഡോഫിൽസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോബ്സ് എവിടെയായിരിക്കും? ഹൈ ടെമ്പറേച്ചർ ഉള്ള റീജിയൻസിൽ കാണാൻ പറ്റും അല്ലെ, ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. തെർമൽ വെൻസ് എന്നാണ് നമ്മൾ അതിനെ ഷോർട്ട്ലി പറയുന്നത്. തെർമൽ വെൻസ് അതായത് 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള സ്ഥലങ്ങളിലും എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ മൈക്രോബ്സ് കാണാൻ പറ്റും. ഇപ്പൊ ഡീപ്പായിട്ടുള്ള, അതായത് ഹൈ ടെമ്പറേച്ചറിൽ പോലും മൈക്രോബ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സോയിൽ അല്ലെ, ഡീപ്പ് സോയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ സ്നോ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ എവിടെയായിരിക്കും? ഹൈലി ആസിഡിക് കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ, അസിഡിക് കണ്ടീഷനിൽ നമുക്ക് മൈക്രോബ്സിനെ കാണാനായിട്ട് പറ്റും. സോ മൈക്രോബ്സ് എന്ന് പറയുന്നത് വിച്ച് കനോട്ട് ബി സീൻ അവർ നേക്കഡ് ഐസ് ബട്ട് ക്യാൻ സീ ത്രൂ മൈക്രോസ്കോപ്പ്. അതുപോലെ തന്നെ 5 കിങ്ഡത്തിൽ വരുന്ന മൊണീറ, പ്രൊട്ടിസ്റ്റ ആൻഡ് ഫംഗൈ, അവര് മൈക്രോബ്സിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. ദെൻ മൈക്രോബ്സ് എവിടെയൊക്കെ കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല്, തെർമൽ വെൻസ് അല്ലെ, ഹൈ ഡിഗ്രി അതായത് ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കാണാം, സോയിലിൽ കാണാം, സ്നോയിൽ കാണാം. ദെൻ ഹൈലി ആസിഡിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? നമ്മളുടെ ഈ ഒരു മൈക്രോബ്സിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ മൈക്രോബ്സ് ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ വൈറസ് ഈസ് എ മൈക്രോബ്സ് ആണ്.
വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് ഒരാൾ ചോദിക്കുന്നു, വൈറസ്. അപ്പൊ എന്താ നമ്മൾ പറയാ? ആൻസർ എന്താ പറയാ കൃഷ്ണപ്രിയ? ഈസ് വൈറസ് എ ലിവിങ് ഓർ നോൺ ലിവിങ്? കൃഷ്ണപ്രിയ ഒന്ന് പറഞ്ഞേ മോളെ. രണ്ട് കൃഷ്ണപ്രിയ ഉണ്ട്. കൃഷ്ണപ്രിയ, KP. മിസ് നോൺ ലിവിങ്. നോൺ ലിവിങ് ആണ്. ഉറപ്പിച്ച് പറയാൻ പറ്റും? ഓക്കെ, കുഴപ്പമില്ല. അതായത് നമ്മുടെ വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദേ ആർ ലിവിങ് ഇൻസൈഡ് ദ ബോഡി. നമ്മളുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ബോഡിയിലേക്ക് കയറിയാൽ മാത്രമേ അവരെന്താവുന്നുള്ളൂ? ലിവിങ് ആവുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവർ നോൺ ലിവിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ജീവനുള്ള വസ്തുവിൽ അവർ കയറിയിട്ടുണ്ടെങ്കിൽ, ജീവനുള്ള ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ദേ ആർ ലിവിങ് ഓർഗാനിസംസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡ് ദ ബോഡി ആണെങ്കിൽ ദേ ഹാവ്, അവർക്ക് എന്ത് ഉണ്ടാവില്ല? സെൽ സ്ട്രക്ചർ ഒന്നും പ്രോപ്പർ ആയിട്ട് അവരിൽ ഉണ്ടാവില്ല. അപ്പൊ ഏതൊരു വൈറസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവര് ഔട്ട്സൈഡ് ദ ബോഡി ദേ ആർ നോൺ ലിവിങ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു ജീവനുള്ള ബോഡിയിലേക്ക് കയറി കഴിയുമ്പോഴാണ് അവര് ആക്റ്റീവ്നെസ് കാണിക്കുന്നത്, ദേ ആർ ലിവിങ് ആയിട്ട് മാറുന്നത്. യെസ്, ക്ലിയർ ആയോ? ഇനി നമുക്ക് കുറെ അധികം മൈക്രോബ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, മൈക്രോബ്സ്. അപ്പൊ ഏതൊക്കെ മൈക്രോബ്സ് ആണ്, എന്തൊക്കെയാണ് ഈ മൈക്രോബ്സിന്റെ യൂസേജ്, എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് മൈക്രോബ്സ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. കുറെ അധികം മൈക്രോബ്സ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. കുറെ മൈക്രോബ്സ് മെഡിസിൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുറെ മൈക്രോബ്സ് ആണെങ്കിൽ ബയോഗ്യാസ് പ്രൊഡക്ഷന്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, അങ്ങനെയുള്ള ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ മേക്കിങ്ങിന്, അങ്ങനെയൊക്കെ ഓരോരോ പർപ്പസിന് വേണ്ടി നമ്മൾ ആരിനെ യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ പലതരത്തിലുള്ള മൈക്രോബ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് ആണ്. ആദ്യത്തെ ഹൗസ് ഹോൾഡ്, ദെൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, സീവേജ് ട്രീറ്റ്മെന്റ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ, ബയോ കൺട്രോൾ ഏജന്റ്സ് ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ ഇത്രയും മൈക്രോബ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. സോ നമുക്ക് ആദ്യം മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ മൈക്രോബ്സ്. ബാക്ടീരിയ എങ്ങനെയാണ് കാണാൻ പറ്റുക? ബാക്ടീരിയ, അപ്പൊ ഇത് ഏത് തരം ബാക്ടീരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റത്തെ ഏത് തരം ബാക്ടീരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബേസിലസ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസിലസ് റോഡ് ഷേപ്പ്ഡ് ആണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് സ്പെരിക്കൽ ഷേപ്പ്ഡ്, കോക്കയാണ് സ്പെരിക്കൽ ഷേപ്പ്ഡ്. അങ്ങനെ കുറച്ച് ബാക്ടീരിയാസ് പഠിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ബാക്ടീരിയ പേജിന്റെ പിക്ചർ, വൈറസ്, അഡിനോ വൈറസ്, ടുബാക്കോ മൊസാക്ക് വൈറസ്, അങ്ങനെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുന്ന മൈക്രോബ്സ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം കുറെ അധികം മൈക്രോബ്സ് ഉണ്ട്. ബാക്ടീരിയ ഉണ്ട്, അതുപോലെ തന്നെ ഫംഗൈ ഉണ്ട്. ഇതൊക്കെ വളർത്തി അതിലെന്ത് ചെയ്യുന്നുണ്ട്? അതിന് നമ്മുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വളർത്തുന്ന ആൾക്കാരനെ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ന്യൂട്രിറ്റീവ് മീഡിയത്തിലാണ് അവരിനെ വളർത്തുന്നത്. പക്ഷെ അവരിനെ വളർത്തുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ഒരിക്കലും കാണില്ല. അവര് ഒബ്സർവ് ചെയ്യുന്നത് എല്ലാം മൈക്രോസ്കോപ്പിലൂടെ മാത്രമാണ് ഈ മൈക്രോ ഓർഗാനിസത്തിനെ കാണുന്നത്. എന്നിട്ട് മൈക്രോബ്സ് സെവറൽ ഡിസീസ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലും അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ത്രൂ ദി ഈ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷനിലൂടെയാണ്. അവരുടെ എന്തെങ്കിലും എന്താ പറയാ, ഇപ്പൊ ബ്ലഡോ അങ്ങനെയുള്ള എന്തെങ്കിലും സെറം ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? അവരെ ടെസ്റ്റ് ചെയ്ത് ത്രൂ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഏത് ടൈപ്പ് ഓഫ് മൈക്രോബ്സ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഹൗസിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ് ഹൗസ് ഹോൾഡിന്? അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ലാക്ടോബേസിലസ് എന്ന് പറയുന്ന ലാക്ടോബേസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്ന ആള്. ലാക്റ്റിക് ആസിഡ് ബേസ് ബാക്ടീരിയ, അതിനെ ലാബ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ലാബ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ലാബിന്റെ എക്സ്പാൻഷൻ ചോദിക്കും. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് തന്നെ പഠിച്ചു വെക്കണം. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, അല്ലെങ്കിൽ ഇതിന് പകരം വേറൊക്കെ തരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. സോ ഇപ്പൊ തന്നെ പഠിച്ചു പോവാ.
ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് ലാബ് എന്ന് പറയുന്നത്. ലാക്ടോബാസിലസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ലാബ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ എന്ത് പർപ്പസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മിൽക്കിനെ എന്താക്കി മാറ്റുന്നത്, മിൽക്കിനെ കേർഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഇറ്റ് കൺവേർട്സ് മിൽക്ക് ടു കേർഡ് by producing acids that coagulate and partially digest the milk proteins. അപ്പോൾ മിൽക്കിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, ദാറ്റ് ഈസ് മിൽക്കിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിലില്ല, കെയ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. ആ കെയ്സിൻ എന്ന പ്രോട്ടീനെ എന്ത് ചെയ്യുന്നു, പാർഷ്യലി ഡൈജഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ആരാ, നമ്മളുടെ ഈ ഒരു ബാക്ടീരിയ. അപ്പോൾ മിൽക്ക് കേർഡായി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മിൽക്ക് കേർഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറയൊഴിക്കും അല്ലെ. ഒറയൊഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ഒരു സ്പൂണോ 2 സ്പൂണോ തൈര് എടുത്തിട്ട് മിൽക്കിലേക്ക് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിന് നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇനോക്കുലം എന്ന് പറയാം. ഓക്കെ, ഇനോക്കുലം ഓർ സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 സ്പൂൺ തൈര് പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പാലിലുള്ള പ്രോട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊഡ്യൂസിങ് എ ടൈപ്പ് ഓഫ് ആസിഡ്, ഒരു തരത്തിലുള്ള ആസിഡ്സിനെയും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ലാക്റ്റിക് ആസിഡ് ആണ്. ആ ആസിഡും കൂടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു, മിൽക്ക് വിച്ച് കൺവേർട്സ് ഇൻ ടു കേർഡ് ആയിട്ട് മാറുന്നു. ഇതിന്റെ മെറ്റാബോളിക് പാത്വേ എന്ന് പറയുമ്പോൾ നമുക്ക് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റും. അപ്പൊ മെറ്റാബോളിക് പാത്വേ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ മിൽക്ക് കേടാവുന്ന പ്രോസസ്സാണ്. ഇനി ഫ്രഷ് മിൽക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ടു കേർഡ് ബൈ ആഡിങ് സം കേർഡ് കണ്ടെയ്നിങ് ലാബ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇനോക്കുലം ഒരു സ്റ്റാർട്ടർ ആഡ് ചെയ്യുന്നു, അതിൽ എന്തുണ്ടാവും, ലാക്ടോബാസിലസ്, ആ ഒരു ബാക്ടീരിയ പ്രസന്റ് ആയിരിക്കും. സോ അതിലെന്തും കൂടി ഉണ്ട്. നമ്മളിപ്പോ കേർഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണെന്ന് പറയാറുണ്ട് അല്ലെ, കേർഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ വൈറ്റമിൻ B12 ആണ്. അതുപോലെ തന്നെ ഈ കേർഡിൽ അടങ്ങിയിട്ടുള്ളത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇറ്റ് ഹെൽപ്സ് ഫോർ ഡൈജഷൻ ഓൾസോ. ഓക്കെ, ഡൈജഷന് വളരെയധികം സഹായിക്കുന്ന ഒരു വൈറ്റമിൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ഈ ഒരു എന്തിലുണ്ട്, കേർഡിലുണ്ട്. അപ്പൊ കേർഡ് എന്നും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിൽ എന്താണ്, റിച്ച് ഇൻ വൈറ്റമിൻ B12 ആണ്. ഈ റിച്ച് ഇൻ വൈറ്റമിൻ B12 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ B12 കേർഡിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കേർഡ്ലിംഗ് പ്രോസസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് ഏത് വൈറ്റമിൻ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B1, B2 അങ്ങനെ കുറെ വൈറ്റമിൻസ് ഉണ്ട്. സോ വൈറ്റമിൻ B12 ആണ് കേർഡിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പഠിച്ചു വെക്കുക. ഇനി നോക്കിയേ, ഇൻ സ്റ്റൊമക്ക് ലാബ് ഹെൽപ്സ് ടു ചെക്ക് പാത്തജൻസ്. ലാബ് എന്ന് പറയുന്നത് ഇവിടെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. എന്താണ്, നമ്മുടെ സ്റ്റൊമക്കിലെ എന്തെങ്കിലും തരത്തിലുള്ള പാത്തജൻസ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ കൂടി സഹായിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു പരിധി വരെ മൈക്രോബ്സിനെ നശിപ്പിക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഈ ലാക്ടോബാസിലസ് സഹായിക്കുന്നുണ്ട്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് ടു കേർഡ്ലിംഗ് പ്രോസസ്സിന് മിൽക്കിന്റെ പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ കൊയാഗുലേഷൻ പ്രോസസ് നടത്തുന്നു. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് എന്തായിട്ട് മാറുന്നു, കേർഡായിട്ട് മാറുന്നു. അതിന് ലാബ് നമ്മൾ ഇനോക്കുലം ഓർ സ്റ്റാർട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി കേർഡായിട്ട് മാറിക്കഴിയുമ്പോൾ ഇറ്റ് ഹാസ് എ റിച്ച് ഇൻ എന്തായിരിക്കും, വൈറ്റമിൻ B12 ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ പാത്തജൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും ആരിനെ കൊണ്ട് സാധിക്കും, ഈ ഒരു ലാബിനെ കൊണ്ട് സാധിക്കും. അപ്പൊ ലാബ് പ്ലേ എ ബെനിഫിഷ്യൽ റോൾ ബൈ ചെക്കിംഗ് ഡിസീസ് കോസിംഗ് മൈക്രോബ്സ്. ഡിസീസ് കോസിംഗ് മൈക്രോബ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോ കൊയാഗുലേഷൻ ആൻഡ് പാർഷ്യൽ ഡൈജഷൻ ഓഫ് മിൽക്ക് എന്നുള്ള സംഭവം നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണേ. അത് സ്റ്റേറ്റ്മെന്റ് വൈസ് പ്രാവശ്യം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഇനി അടുത്തത് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സിന് നമ്മള് തൈര് മാത്രമല്ല ഉണ്ടാക്കണം, പിന്നെ എന്തൊക്കെ പർപ്പസ് ഉണ്ടാവും, പിന്നെ എന്തൊക്കെ പർപ്പസാണ് ഈ ഒരു ബാക്ടീരിയാസ് ഉണ്ടാവുക എന്ന് ഇനി ഐഡിയ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മക്കളെ? മാവ് പുളിപ്പിക്കും അല്ലെ. നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ തലേ ദിവസം തന്നെ മാവ് എന്ത് ചെയ്യുന്നു, അരച്ചു വെക്കും അല്ലെ. തലേ ദിവസം തന്നെ മാവ് അരച്ചു വെക്കുന്നു. ദെൻ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് മാവ് എന്ത് ചെയ്യുന്നു, പൊന്തി വരും അല്ലെ, നന്നായിട്ട് പഫി ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക്
ഇഡലി ദോശയൊക്കെ എന്താവുള്ളൂ, സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ അതിനെ സഹായിക്കുന്നത് നമ്മുടെ ബാക്ടീരിയ, ആ ഒരു പ്രോസസ്സ് ബാക്ടീരിയൽ ഫെർമെന്റേഷൻ എന്നാണ് പറയുന്നത്. സോ ആ ബാക്ടീരിയൽ ഫെർമെന്റേഷൻ ദാറ്റ് ഈസ് എനറോബിക് റെസ്പിറേഷൻ ആണ്. എനറോബിക് റെസ്പിറേഷൻ എന്താ മക്കളെ? അനറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞ അനറോബിക് റെസ്പിറേഷൻ എന്താ? എനിവൺ? എന്താ അനറോബിക് റെസ്പിറേഷൻ? മാളവിക? ഓക്സിജന്റെ ആബ്സെൻസ് ആണ്. ആബ്സെൻസിലാണ് എന്ത് നടക്കുന്നത്? റെസ്പിറേഷൻ നടക്കുന്നത്. സോ ഇവിടെ ഡഫ് പൊന്തി വരുന്നതും ആ ഒരു പ്രോസസ് തന്നെയാണ്. അപ്പൊ നോക്കിയേ, പഫ്ഡ് അപ്പിയറൻസ് ഓഫ് ഡഫ് ഈസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അല്ലെ, കൂടുതലായിട്ട് എന്ത് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവുന്നു. അപ്പൊ ഡഫ് ഫോർ ഇഡലി ആൻഡ് ദോശ ഈസ് ഫെർമെന്റഡ് ബൈ, ആരായിരിക്കും ഫെർമെന്റേഷൻ നടത്തുന്നത്? ബാക്ടീരിയ ആണ് അതിന് സഹായിക്കുന്നത്. ഫെർമെന്റേഷന് സഹായിക്കുന്നത് ഇവിടെ ബാക്ടീരിയ ആണ്. ഓക്കെ, അത് മനസ്സിലാക്കണം. മിൽക്ക് ടു കേർഡും ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ ഈ ഒരു മാവിന്റെ അല്ലെ ഡഫിന്റെ പ്രോസസ്സിനും ഹെൽപ്പ് ചെയ്യുന്നത് ബാക്ടീരിയ ആണ്. ഇനി ഇവരുടെ മെറ്റാബോളിക് പാത്വേ എന്ന് പറയുമ്പോൾ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന് നമുക്ക് പറയാം. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ബിക്കോസ് അനറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. ഇനി പഫ്ഡ് അപ്പിയറൻസ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാണ് പഫ്നെസ് ഉണ്ടാവുന്നത്, പഫ്ഡ് അപ്പിയറൻസ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ ഡഫ്, ഇത് നമ്മുടെ ഇഡലി ദോശന്റെ ഡഫിന്റെ കേസ്. അടുത്തത് നമുക്ക് ഡഫ് ഫോർ ബ്രെഡ് മേക്കിംഗ്. ബ്രെഡ് ഉണ്ടാക്കുന്ന ഡഫിന് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ആണ് ആ ഒരു പർപ്പസിന് വേണ്ടി ഇവിടെ ഈസ്റ്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇഡലി ദോശന്റെ കേസിൽ ബാക്ടീരിയ ആണ്, പക്ഷെ നമ്മൾ ബ്രെഡ് മേക്കിങ്ങിന് വളരെയധികം സഹായിക്കുന്നത് ഈസ്റ്റ് ആണ്. ഫെർമെന്റേഷൻ യൂസിങ് ഈസ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. കണ്ടോ, ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് ബേക്കേഴ്സ് ഈസ്റ്റ്. അപ്പൊ നമുക്ക് ബേക്കേഴ്സ് ഈസ്റ്റ് മറ്റേ മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ വരും. ബേക്കേഴ്സ് ഈസ്റ്റിന്റെ വേറൊരു പേരുണ്ട് മക്കളെ, സച്ചാരോമൈസിസ് സെർവിയേസിയെ. സച്ചാരോമൈസിസ് സെർവിയേസിയെ എന്നാണ് ബേക്കേഴ്സ് ഈസ്റ്റിന്റെ വേറൊരു പേര്. അപ്പൊ നമ്മൾ സയന്റിഫിക് നെയിം ആയിട്ട് ബേക്കേഴ്സ് ഈസ്റ്റിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ സച്ചാരോമൈസിസ് സെർവിയേസിയെ എന്ന് പഠിക്കണം. ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് ഒരു സൈഡ് തരും, സച്ചാരോമൈസിസ് സെർവിയേസിയെ അതിന്റെ അനദർ സൈഡ് തരുന്നതായിരിക്കും. സോ അത് മാച്ച് ചെയ്യാൻ അറിയണം. സോ നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈസ്റ്റ് ആണ് സച്ചാരോമൈസിസ് സെർവിയേസിയെ. ഓക്കെ, അപ്പൊ ആ ഒരു പേര് തന്നെ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഇനി ഇതാണ് നമ്മളുടെ ബ്രെഡിന്റെ ഡഫിന് എന്ത് ചെയ്യുന്നത്? ഫെർമെന്റേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യണത്. അപ്പൊ ഇവിടെയും നമ്മുടെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈസ്റ്റ് എന്താ ചെയ്യുന്നത്? ഡഫിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. ഡഫിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. സോ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ഒരു പഫ്നെസ് ഉണ്ടാവുന്നത്. സോ നമ്മൾ പഠിച്ചു ഫെർമെന്റേഷന് ബാക്ടീരിയ ഉണ്ട് നമ്മൾ പഠിച്ചു ഓൾറെഡി. അതുപോലെ തന്നെ ഇവിടെ എന്തും കൂടി ഉണ്ട്? ഈസ്റ്റും കൂടി ഉണ്ട്. അപ്പൊ ബേക്കേഴ്സ് ഈസ്റ്റ് ദാറ്റ് ഈസ് സച്ചാരോമൈസിസ് സെർവിയേസി ആണ്. ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് ബ്രെഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഡഫ് എന്ത് ചെയ്യണം? നന്നായിട്ട് ഫെർമെന്റേഷൻ നടക്കണം. ആ ഫെർമെന്റേഷൻ നടക്കാൻ സഹായിക്കുന്നതാണ് സച്ചാരോമൈസിസ് സെർവിയേസി എന്ന് പറയുന്നത്. ഇവിടെ ഈസ്റ്റ് ആണ് സഹായിക്കുന്നത്, പക്ഷെ നമ്മുടെ ദോശ ആൻഡ് ഇഡലി ഡഫിന് സഹായിക്കുന്നത് ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മനസ്സിലായോ? ഓക്കെ മിസ്. ഓക്കെ, അടുത്തത് ടോഡി. ടോഡി എന്താ? ടോഡി എന്താ മക്കളെ? അറിയോ? ടോഡി ഷോപ്പ് കാണാൻ പറ്റൂല എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ വഴിയില്? കള്ള്. കള്ള് അല്ലെ? കള്ള് ഷോപ്പിൽ ഭക്ഷണം നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ഫുഡ് കഴിക്കാനൊക്കെ കുറെ ആൾക്കാർ പോവാറുണ്ടല്ലോ അവിടെ. പോയിട്ടുണ്ടോ ആരെങ്കിലും? റെസ്പോണ്ട് ചെയ്യൂ. ആരും ഒന്നും മിണ്ടില്ലല്ലോ. ഓക്കെ, ആരും പോയിട്ടില്ല എന്ന് തോന്നുന്നു, അതാണ് ആരും ഒന്നും മിണ്ടാത്തത്. സോ നമുക്ക് നോക്കാം. യെസ്,
toddy is made by fermenting sap. അവിടെയും എന്ത് പ്രോസസ്സാണ് മക്കളെ നടക്കുന്നത്? ഫെർമെന്റേഷൻ പ്രോസസ് തന്നെയാണ് നടക്കുന്നത്. ഫെർമെന്റേഷൻ പ്രോസസ്സ് എവിടെയാണ്? സാപ്പ് ഓഫ് പാം അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചെത്തുന്ന ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് തെങ്ങ് ചെത്തുന്ന പ്രോസസ്സ്. അതുപോലെ തന്നെ പനയിൽ നിന്നുണ്ടാവും അല്ലെ, പനയിൽ നിന്നും തെങ്ങിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് ടൊടി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ? അതിന്റെ സാപ്പ് അല്ലെ, ആ പൂങ്കുല വരുന്ന ആ ഒരു ഭാഗത്തിന് കട്ട് ചെയ്തതിന് ടൈ ചെയ്ത് കെട്ടി വെച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫെർമെന്റേഷൻ പ്രോസസ് നടക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമുക്ക് ടോഡി കിട്ടുന്നതും. ഓക്കെ, അതും ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഈസ് എ ട്രഡീഷണൽ ഡ്രിങ്ക് ആണ് അല്ലെ, സം പാർട്സ് ഓഫ് സദേൺ ഇന്ത്യ അല്ലെ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് ആണ് നമ്മളുടെ സാപ്പ് ഫ്രം പാംസിന്റെ സാപ്പിൽ നിന്നാണ് ഇത് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്തത് നോക്കിക്കോ, മൈക്രോബ്സ് ആർ യൂസ്ഡ് ടു ഫെർമെന്റ് ഫിഷ്, സോയാബീൻ, ബാംബൂ ഷൂട്ട്സ് ആൻഡ് ടു പ്രൊഡ്യൂസ് ചീസ്. ഇനി മൈക്രോബ്സിനെ എന്തിനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്? ഫെർമെന്റ് ഫിഷിനെ ഫെർമെന്റ് ചെയ്ത് വെക്കാനായിട്ട്. മീൻസ് ഉപ്പൊക്കെ ഇട്ട് വെക്കില്ലേ, അതുപോലെ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാനായിട്ട് മൈക്രോബ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതുപോലെ തന്നെ സോയാബീൻസിനെ ഫെർമെന്റേഷൻ ചെയ്ത് വെക്കാനായിട്ട്, ബാംബൂന്റെ ഷൂട്ട്സ് അത് പല പർപ്പസിന് യൂസ് ചെയ്യും, മെഡിസിനൽ വാല്യൂസ് അതുപോലെ തന്നെ ഫുഡ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യും. സോ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫെർമെന്റേഷൻ വേണ്ടി എടുത്തു വെക്കാൻ. അതുപോലെ തന്നെ ചീസ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മൈക്രോബ്സിനെ യൂസ് ചെയ്യാറുണ്ട്. സോ മൈക്രോബ്സ് വേറെ എന്തൊക്കെ പർപ്പസിന് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈക്രോബ്സ് ആർ യൂസ്ഡ് ഫെർമെന്റ് ഫിഷ്. ഈ ഫെർമെന്റ് ഫിഷ് എന്നുള്ള സംഭവം നന്നായിട്ട് നോക്കി വെക്കണം. കാരണം ആരും ആ ഒരു ഫിഷിനെ ഫെർമെന്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ആർക്കും അത്രത്തോളം കിട്ടാവില്ല. മീൻസ് അത് മൈക്രോബ്സ് ഫിഷിനെ ഫെർമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും വരും. സോ അത് ഒരു ഡൗട്ടും വരാനില്ല. ഫിഷിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫെർമെന്റേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ സോയാബീനെ ഫെർമെന്റ് ചെയ്ത് വെക്കാനും മൈക്രോബ്സ് യൂസ് ചെയ്യും. ബാംബൂ ഷൂട്ട്സിനെ മീൻസ് എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ ഫെർമെന്റ് ചെയ്ത് വെക്കാനും മൈക്രോബ്സിനെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ചീസ് ഉൽപ്പാദിപ്പിക്കാനും കൂടി നമുക്ക് മൈക്രോബ്സിന് ആവശ്യമുണ്ട്. അപ്പൊ 2D കഴിഞ്ഞു. ദെൻ അതുപോലെ തന്നെ മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ അടുത്തത് വരുന്നതാണ് നമ്മുടെ ചീസ്, സ്വിസ് ചീസ്, അതുപോലെ തന്നെ റോക്കോട്ട് ചീസ്. അങ്ങനെ 2 തരത്തിലുള്ള ചീസാണ് മക്കളെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സ്വിസ് ചീസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ പിക്ചറിൽ കാണുന്നുണ്ട്, കണ്ട ഈ ഒരു ചീസാണ് സ്വിസ് ചീസ് എന്ന് പറയുന്നത്. അതിൽ കുറെ ചീസ് തന്നെയാണ്, നമ്മുടെ നോർമൽ ചീസ് തന്നെയാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത അതിൽ എന്തുണ്ടാവും? ലാർജ് ഹോൾസ് കാണാൻ പറ്റും. ഓക്കെ, സ്വിസ് ചീസിൽ ലാർജ് ഹോൾസ് കാണാൻ പറ്റും. നമുക്കറിയാം നമ്മളുടെ ചീസ് എന്ന് പറയുന്നത് വളരെ ഓൾഡസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ് അല്ലെ, മൈക്രോബ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഓൾഡസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, വെറൈറ്റീസ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഫുഡിന് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് ടേസ്റ്റ് ഒക്കെ കൊണ്ടുവരാനും വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ ചീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്നാക്സ് ആണെങ്കിലും അതിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ചീസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ചീസും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ അധികം പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് ചീസും കൂടി ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചീസാണ് സ്വിസ് ചീസും റോക്ക്ഫോർട്ട് ചീസ് എന്ന് പറയുന്ന 2 ചീസും. ഓക്കെ, അത് സ്വിസ് ചീസ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? സ്വിസ് ചീസിന് സഹായിക്കുന്ന ആ ഒരു ബാക്ടീരിയത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ സ്വിസ് ചീസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ലാർജ് ഹോൾസ് ഉള്ളതാണ് സ്വിസ് ചീസ് എന്ന് പറയുന്നത്. ഇതില് ലാർജ് ഹോൾസിന് കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ കണ്ടോ ഇത്ര വലിയ 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 ഹോൾസ് കാണാൻ പറ്റുന്നത്. ഇതിൽ ഇഷ്ടംപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രൊഡക്ഷന് സഹായിക്കുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, ഈ സ്വിസ് ചീസിന്റെ പ്രത്യേകത ലാർജ് ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് ഉണ്ടാവാൻ സഹായിക്കുന്നത് മൈക്രോബ്സ് ആണ്. ആ മൈക്രോബ്സ് ഏത് തരം മൈക്രോബ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബാക്ടീരിയ ആണ് സഹായിക്കുന്നത്. ആ ബാക്ടീരിയന്റെ പേരെന്താന്ന് ചോദിക്കും. സ്വിസ് ചീസിന് ലാർജ് ഹോൾസ് തരുന്ന ബാക്ടീരിയ, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരു ബാക്ടീരിയ ആണ് സഹായിക്കുന്നത്, പ്രൊപ്പിയോണിയം ബാക്ടീരിയ ശർമാണി. ഓക്കെ, പ്രൊപ്പിയോണിയം ബാക്ടീരിയം ശർമാണി, അതാണ് ആ ഒരു ബാക്ടീരിയന്റെ പേര്. അപ്പൊ ബാക്ടീരിയയില് ലാർജ് ഹോൾസ്
കൊണ്ടുവരാൻ സോറി ചീസിൽ ലാർജ് ഹോൾസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് പ്രൊപ്പിയോണിയം ബാക്ടീരിയം ശർമാണി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വിസ് ചീസ് മാച്ച് ദ ഫോളോയിങ് വരാൻ ചാൻസ് ഉള്ളതാണ്. സ്വിസ് ചീസിന്റെ നേരെ പ്രൊപ്പിയോണിയം ബാക്ടീരിയം ശർമാണി എന്ന് മാച്ച് ചെയ്യാൻ അറിയണം. അതുപോലെ തന്നെ റോക്ക്ഫോർട്ട് ചീസ് എന്ന് പറയുന്നത് മറ്റേത് നമ്മൾ സ്വിസ് ചീസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത റോക്ക്ഫോർട്ട് ചീസ് എന്ന് പറയുന്നത് are ripened by growing a specific type of fungus. ആ ഫംഗസിൽ നിന്ന് എടുക്കുന്നതാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ല മണം, ഫ്ലേവർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. റോക്ക്ഫോർട്ട് ചീസ് ഫ്ലേവർ പർപ്പസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫംഗസിൽ നിന്നാണ് ഈ ഒരു റോക്ക്ഫോർട്ട് ചീസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഫംഗസിന്റെ പേരാണ് പെൻസിലിയം റോക്ക്ഫോർട്ടി. അപ്പൊ ഫംഗസിൽ നിന്ന് എടുക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ടൈപ്പ് കേട്ടോ. സെക്കൻഡ് ടൈപ്പ് അതായത് റോക്ക്ഫോർട്ട് ചീസ് എന്ന് പറയുന്നത് റൈപ്പൻഡ് ആണ്. അതുപോലെ തന്നെ റൈപ്പൻഡ് ഒരു ഫംഗസ് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ ഒരു റോക്ക്ഫോർട്ട് ചീസ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് വളർന്നതിനനുസരിച്ച് നല്ല രീതിയിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഫംഗസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതായി കണ്ടോ, ഇതുപോലത്തെ ഫംഗസ് ആണ്. ഇപ്പൊ നമുക്ക് ബ്ലാക്ക് കളറിൽ കുറെ കാണുന്നുണ്ടതാ, ഇതുപോലെ ഫംഗസ് ധാരാളം കാണുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഫ്ലേവർ തരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് കൂടിയാണ്. അപ്പൊ റോക്ക്ഫോർട്ട് ചീസ് റൈപ്പൻഡ് ഗ്രോയിങ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫംഗസിൽ നിന്നുണ്ടാവുന്നു. അതിന്റെ ഫംഗസിന്റെ പേരാണ് പെൻസിലിയം റോക്ക്ഫോർട്ടി. ഓക്കെ, അതും നന്നായിട്ട് പഠിച്ചു വെക്കണം. പെൻസിലിയം റോക്ക്ഫോർട്ടി എന്നുള്ളത് കണ്ടോ, പെൻസിലിയം റോക്ക്ഫോർട്ടി ആണ് ഈ ഫംഗസിന്റെ പേര്. അപ്പൊ സ്വിസ് ചീസ് പ്രൊപ്പോണിയം ബാക്ടീരിയം ശർമാണി, റോക്ക്ഫോർട്ട് ചീസ് ആണെങ്കിൽ പെൻസിലിയം റോക്ക്ഫോർട്ടി. ഇതെന്തായാലും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടാവും. കാരണം ഇങ്ങനെയുള്ള നെയിംസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. അത് മാച്ച് ചെയ്യാൻ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചു അല്ലെ. സച്ചാരോമൈസിസ് സർഗേസിയെ പഠിച്ചു. സ്വിസ് ചീസിന്റെ ആണെങ്കിൽ പ്രൊപ്പോണിയം ബാക്ടീരിയം ശർമാണി, ദെൻ റോക്ക്ഫോർട്ട് ചീസിന്റെ ആണെങ്കിൽ പെൻസിലിയം റോക്ക്ഫോർട്ടി അല്ലെ. ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലാബ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ലാക്ടോബാസിലസ് ആ ഒരു ബാക്ടീരിയനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ മക്കളെ? യെസ്, ഓക്കെ ആണോ? മിസ്. ഇനി അടുത്തത് നമ്മൾ ഈ പഠിച്ച ഒരു രണ്ട് ഭാഗത്തു നിന്നും കുറച്ച് ഒരു ക്വസ്റ്റ്യൻസ് ആണ്. സെലക്ട് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക. നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. The lab produce acids that coagulate and partially digest the milk proteins. എന്താണ് ശരിയാണ്? സെലക്ട് ദ കറക്റ്റ് ആൻസേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യേണ്ടുള്ളൂ. അപ്പൊ ഇതില് കറക്റ്റ് ആണോ? ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. The lab produce acids that coagulate and partially digest the milk proteins. മിസ്. ശരിയാണ്. അപ്പൊ അത് ട്രൂ ആണല്ലോ. ട്രൂ ആണ്. Then next statement നോക്കിയേ. Inoculum or starter contains millions of lab which is necessary for conversion of milk to curd. നമ്മൾ പറഞ്ഞതാ അല്ലെ, ഇനോക്കുലം അല്ലെങ്കിൽ സ്റ്റാർട്ടറിൽ ധാരാളം ലാബ് അടങ്ങിയിട്ടുണ്ട്. ആ ലാബ് എന്തിനു സഹായിക്കുന്നു? മിൽക്ക് ടു കേർഡ്, മിൽക്കിനെ കേർഡ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ശരിയല്ലേ? മിസ്. നെക്സ്റ്റ് നോക്കിയേ. Lab improves nutritional quality of fermented milk by increased vitamin B12 content. That also true. നമ്മളിപ്പോ പറഞ്ഞതല്ലേ, ലാബ് വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്, വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. യെസ്. നെക്സ്റ്റ് ഫോർത്ത് ഓപ്ഷൻ എന്താ? ലാബ് പെർഫോംസ് എനറോബിക് റെസ്പിറേഷൻ റിലീസിംഗ് ലാക്റ്റിക് ആസിഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താ? ലാക്റ്റിക് ആസിഡ് ആണോ? ലാക്റ്റിക് ആസിഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ലാബ് പെർഫോംസ് എനറോബിക് ആണോ? അല്ല. എന്താ ഇവിടെ തെറ്റ്? എന്താ തെറ്റ്? നമ്മൾ പറഞ്ഞതാ. കിട്ടിയാ? യെസ്, ലാക്റ്റിക് ആസിഡ് ആൻഡ്
യെസ്, ലാബ് പ്രൊഡ്യൂസ് ആസിഡ്സ് ആൻഡ് കൊയാഗുലേറ്റ്, അത് നമ്മൾ പറഞ്ഞതാ. പിന്നെ അതുപോലെ തന്നെ എന്താ, ലാക്ടിക് ആസിഡിന്റെ pH പറഞ്ഞു, ലാബ് പ്രോട്ടീൻ കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ലാബ് എന്തിനു സഹായിക്കുന്നു, മൈക്രോബ്സിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ പറയൂ, ഇതെന്താ, ലാബ് പെർഫോംസ് എനറോബിക് ആണോ? ആണോ? എനറോബിക് ആണോ? എനറോബിക് റെസ്പിറേഷൻ ആണോ? അതുപോലെ തന്നെ റിലീസിങ് ലാക്ടിക് ആസിഡ് ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? എന്താ അതിന് മിസ്റ്റേക്ക് എന്നുള്ളത് ഒന്ന് പറഞ്ഞേ. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. മാളവിക, മാളവിക, യെസ് മിസ്. പറയൂ, എന്താ മിസ്റ്റേക്ക്? അനേറോബിക് അല്ലല്ലോ. അനറോബിക് അല്ല. അനറോബിക് ഏതിന് വരുന്നതാ? ഇഡലി ദോശ മാവിന്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ. യെസ് അത് മിസ്. പൊന്താനാണ് അത് പൊന്താനാണ് അനറോബിക് വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഓപ്ഷൻസ് 1, 3, 2 and 3 ആർ കറക്റ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറയണം, വായിച്ച് പറയാ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറെ എണ്ണം വേണം, ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ബയോളജിക്ക്. സോ എന്ത് ചെയ്യാ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കുറച്ചധികം തന്നിട്ടുള്ളത് ഇപ്രാവശ്യം. അപ്പൊ റീഡ് ദ ഫോളോയിങ് 4 സ്റ്റേറ്റ്മെന്റ്സ്. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ് ഇൻകറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഞാൻ വായിച്ചു തരാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ. ഡഫ് which is used for making foods such as dosa and idli is fermented by fungi and algae. Then next, toddy, a traditional drink of South India, is made by fermenting sap from palms. Then next, large holes in Swiss cheese are due to the production of large amount of methane by Propionum bacterium shermani. Next option, in our stomach, lactic acid bacteria play a very beneficial role in checking disease causing microbes. അപ്പൊ അതില് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം ആണോ, 1ഉം 2ഉം ആണോ, 2ഉം 3ഉം ആണോ, 3ഉം 4ഉം ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇൻകറക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ കറക്റ്റ് ഇൻകറക്റ്റ് ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കി മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, യെസ്. 1 and 3 ആണോ? 1 and 3 ആണോ? യെസ്, ഉറപ്പാണോ? യെസ്, ഓപ്ഷൻ 1 ആണ് ആൻസർ. 1ഉം 3ഉം. എന്താ മോളെ തെറ്റ്, എന്താ മോളെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്? ഒന്നാമത്തെ ഫെർമെന്റഡ് ബൈ ബാക്ടീരിയ. ഫെർമെന്റഡ് ബൈ ബാക്ടീരിയ. അതുപോലെ തന്നെ ആൽഗെ ആണോ? ആൽഗെ അല്ല. ആൽഗെ അല്ല. ആൽഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല അല്ലെ. ആൽഗെ അല്ല, അതൊരു കാര്യം. അടുത്തത് ഓക്കെ, കറക്റ്റ് ആണ്. മൂന്നാമത്തെ തെറ്റാണെന്നല്ലേ പറഞ്ഞേ? എന്താ മിസ്റ്റേക്ക്? ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. യെസ്, മീഥെയിൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മീഥെയിൻ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. സോ അത് രണ്ടാണ് നമ്മുടെ മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. സോ മനസ്സിലായോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. യെസ്, ക്ലിയർ ആണോ? ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മിസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ദ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇഡലി ആൻഡ് ദോശ ഈസ് ഫെർമെന്റഡ് ബൈ. ആരാണ് ഫെർമെന്റേഷനെ സഹായിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, പ്രോട്ടോസോവയാണോ? ബാക്ടീരിയ. യെസ്, ബാക്ടീരിയ. നെക്സ്റ്റ് നമുക്ക് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. അടുത്ത ടോപ്പിക് ആണ് മൈക്രോബ്സ് ഇൻ
ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് പോകുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ അല്ലെ, ചെറിയ ഒരു ഇനോക്കുലം, ഒരു സ്പൂണ് തൈര് എടുത്തിട്ട് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി തൈരായി മാറും. അങ്ങനത്തെ ഒരു പ്രോസസ്സ് നമ്മളിപ്പോ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. വലിയ വലിയ ഫാക്ടറീസിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈന്, ബ്രാൻഡി, വിസ്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചെറുതായിട്ടുള്ളൊരു, അതുപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ചെറിയ പ്രോസസ് ഒന്നും ചെയ്താൽ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വളരെ ധാരാളം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് മൈക്രോബ്സിനെ വൈഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? സിന്തസൈസ് ചെയ്യണം. അതുപോലെ തന്നെ അതൊരിക്കലും ആ ഹ്യൂമൻസിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് ഉൽപ്പാദിപ്പിച്ചെടുക്കണം. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് കുറെ അധികം ഇൻഡസ്ട്രിയൽ സ്കെയിൽസ് തന്നെ ഉണ്ട്. ആ ഇൻഡസ്ട്രിയൽ സ്കെയിൽസ് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് വലിയ വലിയ വെസൽസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മൈക്രോബ്സിനെ വളർത്തിയെടുക്കുന്നത്. സോ ഇവിടെ കാണുന്ന ഈ ഒരു സംഭവങ്ങളാണ് ഈ ലാർജ് വെസൽസ് മൈക്രോബ്സിനെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ലാർജ് വെസൽസ് ആണ് ഇതൊക്കെ തന്നിട്ടുള്ളത്. ഈ ലാർജ് വെസൽസിനെ പറയുന്ന പേരാണ് ഫെർമെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബിവറേജസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ ഉൾപ്പെടും. ബിവറേജസ്, അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ്, ഇവരിനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്ഷന് വേണ്ടി ഇൻഡസ്ട്രീസ് വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ലാർജ് വെസൽസിന്റെ സഹായത്തോടു കൂടി മൈക്രോബ്സിനെ വളർത്തുന്നു. ദാറ്റ് ലാർജ് വെസൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫെർമെന്റേഴ്സ്. സോ ഫെർമെന്റേഴ്സ് എന്നുള്ളൊരു ടേം പഠിച്ചു വെക്കണം. ഫെർമെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് വെസൽസ് ആണ്, വിച്ച് ഹെൽപ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോയിങ് അല്ലെങ്കിൽ ഫോർ ഗ്രോയിങ് മൈക്രോബ്സിനെ വളർത്തിയെടുക്കാനും മൈക്രോബ്സിന് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കാനും. എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ ഇൻഡസ്ട്രിയൽ സ്കെയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി മൈക്രോബ്സിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഒരു വെസലാണ് നമ്മുടെ ഫെർമെന്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫെർമെന്റേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ബിവറേജസിന്റെ വൈനും മറ്റേതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. അതിൽ ഫെർമെന്റഡ് ബിവറേജസിൽ ഈസ്റ്റ് ഉണ്ട്, കണ്ടോ? ഈസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മാൾട്ടഡ് സീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാക്കണം? വൈൻ ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലൊക്കെ വൈൻ ഉണ്ടാക്കാനൊക്കെ അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. സോ എങ്ങനെയൊക്കെയാണ് വൈൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു അറിയാൻ പറ്റും. അതും നമുക്ക് എന്ത് ചെയ്യണം? നമ്മള് കുറെ ദിവസം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫെർമെന്റേഷന് വേണ്ടിയിട്ട് കെട്ടി മൂടിയൊക്കെ വെക്കും. എന്നിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഒരു വർഷമൊക്കെ അത് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ഹെയർ കിടക്കാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കും അല്ലെ. അതിൽ കുറെ ഇപ്പൊ നമ്മള് ഗ്രേപ്സോ അല്ലെങ്കിൽ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? വൈൻ ഉണ്ടാക്കി വെക്കും അല്ലെ. ഗ്രേപ്സ്, ഷുഗർ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഗോതമ്പ്, അങ്ങനെ പല പല ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഉണ്ടാക്കി എടുക്കാൻ പറ്റും, വൈൻ ഉണ്ടാക്കാം. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഹെയർ ടൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ ദാറ്റ് ഈസ് എയറോബിക് ഫെർമെന്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ അതിന് സഹായിക്കുന്നത് നമ്മുടെ ഈസ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഈസ്റ്റ് ആണ് ഇതിന് സഹായിക്കുന്നത്. ഫെർമെന്റഡ് ബിവറേജസിന്റെ ഫെർമെന്റേഷന് സഹായിക്കുന്നത് ഈസ്റ്റ് ആണ്. അതിന്റെ ഈസ്റ്റിന്റെ പേരാണ് സച്ചാരോമൈസിസ് സെർവിയേസിയെ എന്നാണ് ആ ഈസ്റ്റിനെ പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് ബ്രൂവേഴ്സ് ഈസ്റ്റ്. ഇത് മാച്ച് ദ ഫോളോയിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സച്ചാരോമൈസിസ് സെർവിയേസിയെ ബ്രൂവേഴ്സ് ഈസ്റ്റ് ആണ്. ഇത് ബിവറേജസ് ഉൽപ്പാദിപ്പിക്കാൻ, ദ പ്രൊഡക്ഷൻ ഓഫ് ബിവറേജസിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിന്റെ കൂടെ മാൾട്ടഡ് സീരിയൽസ്, ധാന്യങ്ങൾ, നമ്മൾ ഗോതമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഗോതമ്പ് ഇടും. അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യും. ഇപ്പൊ ഗ്രേപ്സ് ആണെങ്കിൽ ഗ്രേപ്സ്, അല്ല ചാമ്പയ്ക്ക, അങ്ങനെ കുറെ അധികം പല പല ഫ്രൂട്ട്സ് കൊണ്ട് ഇപ്പോ എന്താ പറയാ വൈൻ ഉണ്ടാക്കി വരുന്നുണ്ട്. സോ മാൾട്ടഡ് സീരിയൽസ്, ഫ്രൂട്ട് ജ്യൂസ്, ആ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? എത്തനോളുടെ രൂപത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൈന് കിട്ടുന്നത്. അപ്പൊ വൈനിന് സഹായിക്കണ ഈസ്റ്റ് ആരാണ്? സച്ചാരോമൈസിസ് സെർവിയേസിയെ. അതിന്റെ പേര്, അതർ നെയിം ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ബ്രൂവേഴ്സ് ഈസ്റ്റ് കൺഫ്യൂഷൻ ആവണ്ട, സച്ചാരോമൈസിസ് സെർവിയേസി ആണെന്ന് പഠിച്ചു വെക്കാം. ദെൻ വൈനും ബീറും പ്രൊഡ്യൂസ് ചെയ്യുന്നു വിത്തൗട്ട് ഡിസ്റ്റിലേഷൻസ്. വേറെ പ്രോസസ് ഒന്നുമില്ല. നമ്മളിവിടെ എയർ കടക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ്ലി ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കുന്നു. അതിലൂടെയാണ് നമുക്ക് എത്തനോൾ എന്നുള്ളൊരു സംഭവം, വൈൻ എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടുന്നത്. അവിടെ ഡിസ്റ്റിലേഷൻ പ്രോസസ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഡിസ്റ്റിലേഷൻ നടത്താതെ കിട്ടുന്ന ബിവറേജസ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും.
അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈൻ ആൻഡ് ബിയർ ആണ്. ഓക്കെ, ഡിസ്റ്റിലേഷൻ വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ നടത്താതെ നമുക്ക് കിട്ടുന്നത് ഏതാണ്? വൈൻ ആൻഡ് ബിയർ ആണ് ഡിസ്റ്റിലേഷൻ നടത്താതെ, വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ നടത്താതെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡ്രിങ്ക് അല്ലെങ്കിൽ ബിവറേജ് എന്ന് പറയുന്നത് വൈൻ ആൻഡ് ബിയർ. ഇനി അടുത്ത നോക്കിയേ, വിസ്കി, ബ്രാൻഡി, റം, ജിൻ, അർക്ക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ? പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്റ്റിലേഷൻ അല്ലെ, ഫെർമെന്റഡ് ബ്രോത്ത്. അതായത് ഈ ഒരു ഫെർമെന്റേഴ്സിലൊക്കെ ഇട്ട് കുറെ അധികം പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ലാർജ് സ്കെയിൽ വളരെയധികം ധാരാളം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഒരു സാധനങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ അധികം ഫെർമെന്റേഴ്സ് നമുക്കറിയാം ലാർജ് വെസൽസ് ആണ്. അപ്പൊ അതിലൂടെ കടന്നുപോയി കുറെ അധികം പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമുക്ക് വിസ്കി, ബ്രാൻഡി, റം, ജിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. സോ അതൊക്കെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അപ്പൊ വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ ഓർത്തു വെക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വൈൻ ആൻഡ് ബിയർ. ഓക്കെ, അപ്പൊ ഫെർമെന്റഡ് ബിവറേജസിന്റെ കാര്യം കഴിഞ്ഞു. സച്ചാരോമൈസിസ്, സെർവിയേസിയ, ബ്രൂഗോസിസ്, അത് ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണോ? യെസ്, ക്ലിയർ. സച്ചാരോമൈസിസ് സെർവിയേസിയെ വേറൊരു പർപ്പസിനും കൂടി യൂസ് ചെയ്യും മക്കളെ. എന്താണെന്നറിയോ? ഈ ഒരു ഈസ്റ്റ് ബ്രെഡ് മേക്കിംഗ് അല്ലെ, ബ്രെഡ് മേക്കിങ്ങിനും കൂടി ഈ ഒരു ഈസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സച്ചാരോമൈസിസ് സെർവിയേസിയെ. ഇനി അടുത്തത്, which of the following alcoholic drinks is produced without distillation? നമ്മൾ പറഞ്ഞതാ, വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രിങ്ക് ഏതൊക്കെയാണ്? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു വൈൻ ആൻഡ് ബിയർ ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ. അപ്പൊ നമുക്കിവിടെ ആൻസർ എഴുതി കൂടെ വൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, അതൊരു എ ബി, ഇത് എ, ഇത് ബി, രണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. NCERT നന്നായിട്ട് ലൈൻ ബൈ ലൈൻ വായിച്ചാലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെന്താ വരിക ആൻസർ? എ ആൻഡ് ബി ഫിൽ ചെയ്യണം. ഏതാ വരിക? ഫെർമെന്റേഷനും മറ്റേ പാം. ഓപ്ഷൻ എ, ഫെർമെന്റേഷനും പാം. യെസ്, ക്ലിയർ. അടുത്തത് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന്റെ അടുത്തൊരു യൂസേജ് ആണ് നമ്മളുടെ ആന്റിബയോട്ടിക്സ്. എന്താ മക്കളെ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആന്റിബയോട്ടിക്സ് ചില മൈക്രോബ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കഴിക്കുന്ന മെഡിസിൻസ് അല്ലെ. ഒരു ചില പാത്തജൻസ്, ഇപ്പൊ ഏതെങ്കിലും ഒരു പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ വളരുകയാണെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മെഡിസിൻസ് ഉണ്ടാക്കുന്നു. സോ ഈ ഡിസ്കവറി ഓഫ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് മെഡിക്കൽ അച്ചീവ്മെന്റിൽ തന്നെ 20th സെഞ്ചുറിയില് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ ആന്റിബയോട്ടിക്സിന്റെ ഡിസ്കവറി 20th സെഞ്ചുറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെ ആയിരുന്നു. ഓക്കെ, ഇനി അത് ആദ്യമായിട്ട് നമ്മുടെ ഡിസ്കവറി ഓഫ് പെൻസിലിൻ ആണ് ആദ്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആന്റിബയോട്ടിക് ഡിസ്കവറി ശരിക്കും എന്താ പറയുക, പെൻസിലിൻ കൊണ്ടുവന്നതോടുകൂടിയാണ് നമുക്ക് ബാക്കിയുള്ള എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്, ബാക്കിയുള്ള ആന്റിബയോട്ടിക്സ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് പെൻസിലിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ആരാ? നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി. സോ ആന്റിബയോട്ടിക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആന്റിബയോട്ടിക്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ സം മൈക്രോബ്സ്. ചില മൈക്രോബ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു കിൽ ഓർ റിട്ടാർഡ് ദ ഗ്രോത്ത് ഓഫ് പാത്തജൻസ്. പാത്തജൻസിനെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റിബയോട്ടിക്സ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഈ ആന്റിബയോട്ടിക്സ് എന്തിനൊക്കെയാണ് ആദ്യം ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്ലേഗ്, വൂഫിംഗ് കഫ്, ഡിപ്തീരിയ, ലെപ്രസി ഇങ്ങനെയുള്ള ഡിസീസിനൊക്കെ ആണ് ആന്റിബയോട്ടിക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ദ ഫസ്റ്റ് ആന്റിബയോട്ടിക് ഡിസ്കവേർഡ് ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഫസ്റ്റ് ആന്റിബയോട്ടിക് ഡിസ്കവർ ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ്. അതെന്താ നോക്കി, ഏതാണ്? ഹി ഒബ്സർവ്ഡ് ദാറ്റ് സ്റ്റെഫൈലോകോക്കെ could not grow around a mold growing in unwashed culture plates. He extracted penicillium from it. അതായത്
അതൊരു സ്റ്റോറി പോലെയാണ് അത് വരുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഒരു സ്റ്റഫൈലോകോക്കെ മീൻസ് ഒരു കുറെ അധികം മൈക്രോബ്സിന് എന്ത് ചെയ്യായിരുന്നു, വളർത്തുകയായിരുന്നു. ഓക്കെ, വളർത്തുകയായിരുന്നു. ഇങ്ങനെ കുറെ ഇയാളെ കുറെ അധികം എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. സോ ആദ്യം ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റെഫൈലോകോക്കെ ബാക്ടീരിയയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റെഫൈലോകോക്കെ ബാക്ടീരിയയില് വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യാൻ മീൻസ് ആ ഒരു ബാക്ടീരിയനെ കുറിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു, അങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഈ ബാക്ടീരിയാസിനെ ഇങ്ങനെ പെട്രി ഡിഷിലാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റെഫൈലോകോക്കേനെ വളർത്തിക്കൊണ്ടിരുന്നു. അതിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു 2 ദിവസം അയാൾ എന്ത് ചെയ്തു, ഒരു സ്റ്റഡീസും നടത്തിയില്ല. ഇതിനെ കുറിച്ചൊന്നും അയാൾ എന്തോ കാര്യത്താൽ മീൻസ് അയാൾക്ക് പനി വരി അങ്ങനെ എന്തോ ചെയ്തപ്പോൾ അയാൾ എന്ത് ചെയ്തു, കുറച്ച് ദിവസം ആ ഒരു വർക്ക് അയാൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഈ ഒരു ബാക്ടീരിയ ഇതിനെ വളർത്തുന്നുണ്ടല്ലോ, ഇതിനെ അയാൾ എന്ത് ചെയ്തില്ല, കഴുകി വെക്കുക, അൺവാഷ്ഡ് ആണ് മീൻസ് അതിൽ വേറെ ഒന്നും ചെയ്തില്ല. അയാൾ ഈ ഗ്രോയിങ് ഫാക്ടറിന് അതുപോലെ തന്നെ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, ആ പ്ലേറ്റ്സിന് അതുപോലെ തന്നെ വെച്ചു. അയാൾ മൈൻഡ് ചെയ്തില്ല, നോക്കിയില്ല, കുറച്ച് മിണ്ടാതെ വിട്ടു. അങ്ങനെ വിട്ടപ്പോൾ ഈ പ്ലേറ്റ്സിൽ ഒബ്സർവ്ഡ് എ മൗൾഡ് ഗ്രോയിങ് ഇൻ അൺവാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റ്സിൽ സ്റ്റെഫൈലോകോക്കെ എന്ത് ചെയ്യുന്നില്ല, വളരുന്നില്ല. സ്റ്റെഫൈലോകോക്കെ വളരാൻ വേണ്ടിയിട്ടാണ് അയാൾ വെച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു സാഹചര്യം കൊണ്ട് അയാൾക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ അയാൾ അത് അതുപോലെ തന്നെ വെച്ചു. ദെൻ നെവർ മൈൻഡ്, ഒന്നും ചെയ്യാതെ വിട്ടു. അങ്ങനെ വിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇയാൾ നോക്കിയപ്പോൾ കണ്ടത് ഇത്രയേ ഉള്ളൂ, സ്റ്റെഫൈലോകോക്കെ വളരുന്നില്ല. പകരം എന്തായിരുന്നു, ഒരു മൗൾഡ് ഉണ്ടായി. ഒരു മൗൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിതായിട്ട് ഇതിങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ ഒരു മൗൾഡുകള് ഇങ്ങനെ ഇട ഭാഗങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റെഫൈലോകോക്കെ വളരുന്നില്ല. അതിന് പകരമായിട്ട് ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് എന്ന് ഇയാൾക്ക് തോന്നി ഒരു മൗൾഡ് ഇങ്ങനെ ചുറ്റും വളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളർന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ മൗൾഡിനെ എടുത്ത് ഇങ്ങനെ കുറെ അധികം റിസർച്ചസ് ഒക്കെ നടത്തി ഫൈനലി കണ്ടുപിടിച്ചു ദാറ്റ് ഈസ് എ ഫംഗസ് ആണ്. ഇയാൾ വളർത്തിയിട്ടുണ്ടായിരുന്നു ബാക്ടീരിയ ആണ്. പക്ഷേ മൗൾഡ് ഉണ്ടായി വന്നപ്പോൾ അതെന്തായിരുന്നു, മൗൾഡ് ഉണ്ടായി വന്നപ്പോൾ അതൊരു ബാക്ടീരിയ ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, അത് ഒരു ബാക്ടീരിയ ആയിട്ട് മാറി, ബാക്ടീരിയ ആണെന്ന് മനസ്സിലായി. ആ ബാക്ടീരിയ ആണ് പെൻസിലിയം നൊട്ടാറ്റം എന്ന് പറയുന്നത്. ഈ പെൻസിലിയം നൊട്ടാറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു വന്നു. പെൻസിലിയം നൊട്ടാറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ പെൻസിലിയം പ്രൊഡ്യൂസ്ഡ് ബൈ പെൻസിലിയം നൊട്ടാറ്റം അഡിക്കിൻ അതർ മൈക്രോബ്സ്. ഇവിടെ ഈ ഒരു റെഡ് കളർ സാധനം ഒരു മൗൾഡ് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, ആ മൗൾഡ് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബാക്ടീരിയസിനെയൊക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്തു, നശിപ്പിച്ചു. ബാക്ടീരിയസിനെ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് ഈ മൗൾഡ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ആ ഒരു മൗൾഡ് എന്താണെന്ന് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കിയപ്പോ ആ മൗൾഡിനെ അയാൾ ആദ്യം പറഞ്ഞിരുന്നത് പെൻസിലിയം നൊട്ടാറ്റം ആണ് ആദ്യം അയാൾ കണ്ടുപിടിച്ച മൗൾഡ്. ഓക്കെ, പെൻസിലിയം നൊട്ടാറ്റം ആണ് ആദ്യം ഈ മൗൾഡ് അയാൾ കണ്ടെത്തിയത്. ഈ ഒരു റെഡ് കളറിൽ കാണുന്ന മൗൾഡ് പെൻസിലിയം നൊട്ടാറ്റം ആണെന്ന് മനസ്സിലാക്കി. ഈ പെൻസിലിയം നൊട്ടാറ്റം എന്താണെന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അയാൾക്ക് കണ്ടത് എന്താണ്, അയാൾ കണ്ടുപിടിക്കാൻ പറ്റിയത് ഫംഗസ്. നമ്മുടെ ബ്രെഡില് പൂപ്പല് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു കേസ് ആയിരുന്നു നമ്മളുടെ ഈ ഒരു ബാക്ടീരിയയില്, സ്റ്റെഫൈലോകോക്കെ ബാക്ടീരിയയില് അയാൾ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചത്. ആ പെൻസിലിയം നൊട്ടാറ്റം ആണെന്ന് മനസ്സിലായി, അതൊരു ഫംഗസ് ആണെന്ന് മനസ്സിലായി. പിന്നീട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻസിലിയം നൊട്ടാറ്റത്തിന് അങ്ങനെ തന്നെ വെച്ചു. പെൻസിലിയം നൊട്ടാറ്റത്തിന് അങ്ങനെ തന്നെ വെച്ചപ്പോൾ അതില് കുറച്ച് പെൻസിലിയം എന്നുള്ളൊരു എന്ത് വന്നു, പെൻസിലിയം എന്നുള്ളൊരു ബാക്ടീരിയാസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ പെൻസിലിയം എന്ന് പറയുന്ന ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്തു. അത് എന്ത് ചെയ്തു, ഈ പെൻസിലിയം നൊട്ടാറ്റം എന്ന് പറയുന്ന ആളിനെ എന്ത് ചെയ്തു, കൊല്ലുകയാണ് ചെയ്തത്. പെൻസിലിയം നൊട്ടാറ്റം ഇറ്റ് ഈസ് എ ഫംഗസ് ആണ്. പെൻസിലിയം ആണ് എന്ത് ചെയ്തത്, പെൻസിലിയം ആണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ത് ചെയ്ത് പെൻസിലിയം എന്നുള്ളൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യം ഇദ്ദേഹം എന്ത് ചെയ്തു, സ്റ്റെഫൈലോകോക്കെ വളർത്തി, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു. സോ അതിന് 2-3 ദിവസം അയാൾ എന്ത് ചെയ്തില്ല,
സ്റ്റഡീസ് ഒന്നും നടത്തിയില്ല. അത് അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ നോക്കി കഴിയുമ്പോൾ അതിലൊരു മൗൾഡ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൗൾഡ് എന്താണെന്ന് അയാൾ സ്റ്റഡി ചെയ്തപ്പോ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റി ദാറ്റ് ഈസ് എ ഫംഗസ്. ആ ഫംഗസിന്റെ പേര് പെൻസിലിയം നൊട്ടാറ്റം ആണ് എന്ന് മനസ്സിലായി. പിന്നീട് ആ പെൻസിലിയം നൊട്ടാറ്റത്തിന് അങ്ങനെ തന്നെ അയാൾ വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ച് കഴിയുമ്പോൾ അലക്സാണ്ടർ ഫ്ലമിംഗ് ഫൈനലി പെൻസിലിയം പ്രൊഡ്യൂസ് ചെയ്തു. പെൻസിലിയം പ്രൊഡ്യൂസ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പെൻസിലിയം നൊട്ടാറ്റം എന്നുള്ളൊരു സംഭവത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഈ പെൻസിലിയം ഇറ്റ് ഈസ് എ ബാക്ടീരിയ ദാറ്റ് കിൽസ് ദി ഫംഗസ് ആണ്. അപ്പൊ പെൻസിലിയം എന്നുള്ളൊരു സംഭവം അദ്ദേഹം അങ്ങനെയാണ് കണ്ടെത്തിയത്. ഇനി ഇദ്ദേഹം ഈ ഒരു സെറ്റപ്പ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ വേറെയും രണ്ടാൾക്കാരും കൂടി ചേർന്നു. അതാണ് ഹൊവാർഡ് വാൾട്ടർ ഫ്ലോറിയും ഏണസ്റ്റ് ബോറിസ് ചെയിനും. ഓക്കെ, ഫ്ലോറി ആൻഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, ഫ്ലോറിയും ചെയിനും. അപ്പോ അലക്സാണ്ടർ ഫ്ലമിങ്ങിന്റെ കൂടെ ഈ രണ്ടാൾക്കാരും കൂടി ചേർന്നു. കണ്ടോ, ഏണസ്റ്റ് ചെയിനും ഹൊവാർഡ് ഫ്ലോറിയും. ഇവരുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ആന്റിബയോട്ടിക്സ് ഫൈൻഡ് ഔട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ പെൻസിലിയം ആന്റിബയോട്ടിക്സ് വാസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ടു ട്രീറ്റ് അമേരിക്കൻ സോൾജേഴ്സ്. വേൾഡ് വാർ സെക്കൻഡില് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഈ നമ്മുടെ അലക്സാണ്ടർ ഫ്ലമിങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് നോബൽ പ്രൈസ് വരെ കിട്ടി. എന്തിനാ, ഈ ഒരു ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചപ്പോൾ നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1945 ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആന്റിബയോട്ടിക്സ് പിന്നീട് വളരെ വളരെ ഡെഡ്ലി ബാക്ടീരിയൽ ഡിസീസ് സച്ച് ആസ് പ്ലേഗ്, വൂഫിംഗ് കഫ്, അതുപോലെ തന്നെ ഡിഫ്തീരിയ, ലെപ്രസി, അങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ആന്റിബയോട്ടിക്സ് എന്നുള്ളൊരു പുതിയതായിട്ടുള്ള ഒരു മെഡിസിൻ കണ്ടെത്തിയത് നമ്മുടെ അലക്സാണ്ടർ ഫ്ലമിംഗ് ആണ്. അത് ശരിക്കും അൺഎക്സ്പെക്ടഡ്ലി ആണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ആന്റിബയോട്ടിക്സ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ കൂടെ രണ്ടാൾക്കാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ആന്റിബയോട്ടിക്സിനെ കുറിച്ച് സ്റ്റഡി നടത്തി. കംപ്ലീറ്റ് ആയിട്ട് ആന്റിബയോട്ടിക്സിന്റെ എല്ലാ സ്റ്റഡി നടത്തി അതിന് കംപ്ലീറ്റ് ഇൻവെൻഷൻ കൊണ്ടുവരാനായിട്ട്. ആ രണ്ട് സയന്റിസ്റ്റിന്റെ പേര് ഏണസ്റ്റ് ചെയിനും ഹോവാർഡ് ഫ്ലോറിയും. ഈ രണ്ടാൾക്കാരും ഫുള്ളി അലക്സാണ്ടർ ഫ്ലമിങ്ങിനെ സപ്പോർട്ട് ചെയ്തു. അവരൊരുമിച്ച് നിന്നാണ് ആന്റിബയോട്ടിക്സ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് നോബൽ പ്രൈസ് വരെ കിട്ടിയ ഫ്ലമിംഗ്, ചെയിൻ, അതുപോലെ തന്നെ ഫ്ലോറി, ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ അലക്സാണ്ടർ ഫ്ലമിങ്ങിനും ചെയിൻ ആൻഡ് ഫ്ലോറിക്കും എന്ത് കിട്ടി, നോബൽ പ്രൈസ് കിട്ടി 1945. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആന്റിബയോട്ടിക്സ് എന്നുള്ളൊരു മെഡിസിൻസ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളത് പഠിക്കണം കേട്ടോ. മനസ്സിലായോ? അത് മനസ്സിലായോ? ആന്റിബയോട്ടിക്സിന്റെ മനസ്സിലായോ? മനസ്സിലായി മിസ്. നെക്സ്റ്റ് നമുക്ക് കുറെ അധികം കെമിക്കൽസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് നോക്കാം. എന്തൊക്കെ കെമിക്കൽസ് ആണ്, ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് എന്തൊക്കെയാണുള്ളത്, അത് എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. അതിൽ നമുക്ക് കുറച്ച് ആസിഡ്സ്, ഓർഗാനിക് ആസിഡ്സ് ഉണ്ടാവുന്നത്, ഇതും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് വളരെ വളരെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്ന ഒരു പോർഷനും കൂടിയാണ് ഇത്. ഓക്കെ, അപ്പോ ആസ്പെർജില്ലസ് നൈഗർ. ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. ഓക്കെ, ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. അതിൽ നിന്നാണ് എന്തുണ്ടായി വരുന്നത്, സിട്രിക് ആസിഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോബ്സ് ഏതാണ്, ആസ്പെർജില്ലസ് നൈഗർ. ആസ്പെർജില്ലസ് നൈഗർ ആണ്. ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. അതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നു, സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നു. ഇനി അടുത്ത നോക്കിയേ, അസറ്റോബാക്ടർ അസിറ്റി. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അസറ്റോബാക്ടർ അസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് എ ബാക്ടീരിയം ആണ്. ഓക്കെ, ബാക്ടീരിയ ആണ്. അതിൽ നിന്ന് അസിറ്റി എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദാറ്റ് ഈസ് അസിറ്റിക് ആസിഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അസറ്റോബാക്ടർ അസിറ്റിയിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, അസിറ്റിക് ആസിഡ് ഉണ്ടാക്കുന്നത്. കൊളസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം. കൊളസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം അതൊരു ബാക്ടീരിയ ആണ്. അതിൽ നിന്ന് ബ്യൂട്ടിലിക്കം എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് പഠിച്ചു വെക്കുക, ബ്യൂട്ടാരിക് ആസിഡ് ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം ഒരു ബാക്ടീരിയമാണ്. ആ ബാക്ടീരിയത്തിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്, ബ്യൂട്ടാരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, കൊളസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം ഒരു ബാക്ടീരിയ ആണ്, ബ്യൂട്ടാരിക് ആസിഡ് ഉണ്ടാക്കുന്നു. ഇനി അടുത്തത് ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ലാക്ടിക് ആസിഡ് ഉത്പാദിപ്പിക്കുന്ന. ലാക്ടോബാസിലസും ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ ഇവിടെ ആസ്പെർജില്ലസ് നൈഗർ മാത്രമാണ് ഒരു ഫംഗസ് ഉള്ളത്. ബാക്കി 3 ആൾക്കാരും എന്താണ്, ബാക്ടീരിയ ആണ്. അപ്പൊ സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത് ഒരു ഫംഗസ് ആണ്. സിട്രിക് ആസിഡ്, ആസ്പെർജില്ലസ് നൈഗർ.
എന്ന് പറയുന്ന അതിൽ നിന്നാണ് സിട്രിക് ആസിഡ് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ഒരു ഫംഗസ്. ബാക്കിയുള്ള എല്ലാവരും എന്താണ്? ബാക്ടീരിയ ആണ്. അസിറ്റിക് ആസിഡ്, അബ്യൂട്ടാരിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇവർ മൂന്നാൾക്കാരും ബാക്ടീരിയസിൽ നിന്നാണ്. അസിറ്റോബാക്ടർ അസിറ്റി, കൊളസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം, ലാക്ടോബാസിലസ്, ഇവർ മൂന്നാൾക്കാരും എന്തായിരിക്കും? നമ്മുടെ ബാക്ടീരിയത്തിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. യെസ്. ഇനി അടുത്തത്, ഇനി മൈക്രോബ്സ് പിന്നീട് എന്തൊക്കെയാണ്? നമ്മുടെ ഓർഗാനിക് ആസിഡ്, അതുപോലെ തന്നെ ആൽക്കഹോൾസ്, എൻസൈംസ് ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിയ ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ അതില് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് സർവീസിയെ, സച്ചാരോമേസിസ് സർവീസിയെ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എത്തനോൾ, നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്ത നോക്കിയേ, എൻസൈംസ് അല്ലെ. എൻസൈംസ് കെമിക്കൽസ് ആണ്. ഒരു എൻസൈമും കൂടി ഉണ്ട്. ആ എൻസൈം ഏതാ? ലിപ്പേസ് ആണ്. ഈ ലിപ്പേസ് എന്തിനു സഹായിക്കുന്നു? Used in detergent formulations, help to remove oily stains from laundry. അല്ലെ, നമ്മളിപ്പോ സോപ്പ് ഇട്ടിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിലുള്ള ഓയിൽ കണ്ടന്റ് അല്ലെ, കംപ്ലീറ്റ് ഓയിൽ കണ്ടന്റോ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവാൻ സഹായിക്കുന്നത് സോപ്പില് എന്താണ്? ഈ ലിപ്പേസ് എന്ന് പറയുന്ന ഒരു എൻസൈംസ് പ്രസന്റ് ആണ്. ലിപ്പേസ് ആണ് ഡിറ്റർജന്റ് ഫോർമുലേഷനിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ എന്ത് പോകുന്നത്? സ്റ്റെയിൻസും ഓയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിപ്പേസിലൂടെയാണ്. ഇനി അടുത്തത്, നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞ ആൽക്കഹോളിന്റെ കേസ്, അത് ഇവിടെ ഉണ്ട്. ആൽക്കഹോൾ അഗെയിൻ വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എൻസൈം ലിപ്പേസ് എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ്. നമ്മളിപ്പോ വീട്ടിൽ ജ്യൂസ് ഉണ്ടാക്കി എന്ന് വിചാരിക്കും. ഒരു മാംഗോ ജ്യൂസ്, ഇപ്പൊ മാംഗോന്റെ കാലഘട്ടമാണ്. സോ മാംഗോ ജ്യൂസ് നമ്മൾ വീട്ടിലുണ്ടാക്കി. എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എങ്ങനെയായിരിക്കും മാംഗോ ജ്യൂസ് നമുക്ക് കാണാൻ പറ്റുക? എങ്ങനെയാ മക്കളെ? അനുശ്രീ, എങ്ങനെയാ മാംഗോ ജ്യൂസ് ഉണ്ടാവുക? അനുശ്രീ KS. ഭയങ്കര കട്ടിയായിരിക്കും. ഭയങ്കര കട്ടിയായിരിക്കും അല്ലെ. നമ്മളിപ്പോ മാസ വാങ്ങിച്ചു, അതെങ്ങനെ ഉണ്ടാവും? ഭയങ്കര കട്ടി കുറവായിരിക്കും അല്ലെ, ക്ലിയർ ആയിരിക്കും. ബിക്കോസ് ഓഫ് ഈ ഒരു കെമിക്കൽസ്, ഈ ഒരു എൻസൈംസ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അതാണ് പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ്. അപ്പൊ നമ്മുടെ ബോട്ടിൽ ജ്യൂസ് ക്ലാരിറ്റി കിട്ടാൻ, ഇപ്പൊ നമ്മൾ ആപ്പിൾ ജ്യൂസ് ആണെങ്കിൽ ഏതൊരു ജ്യൂസ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാലും ഭയങ്കര കട്ടിയായിരിക്കും. പക്ഷെ നമ്മൾ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളർ ഉണ്ടാവും. കളറൊക്കെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നതാണ്, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ആ ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദാറ്റ് ഈസ് എ ഫ്രഷ് ജ്യൂസ് ആണ്. പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഫ്രഷ് എന്ന് പറയാൻ പറ്റില്ല. അതിലെന്ത് ചെയ്യുന്നുണ്ടാവും? പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ബോട്ടിൽ ജ്യൂസിന് ക്ലാരിറ്റി തരുന്നത് എന്താ? പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ് ആണ്. ഈ ഒരു ഭാഗമൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിപ്പേസ്, ഡിറ്റർജന്റ് ഫോർമുലേഷൻ, പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ്, ബോട്ടിൽ ജ്യൂസിന്റെ ക്ലാരിഫിക്കേഷൻ. അതുപോലെ തന്നെ വേറൊരാളാണ് സ്ട്രെപ്റ്റോകൈനേസ്. അടുത്തൊരാളാണ് സ്ട്രെപ്റ്റോകൈനേസ്. ഈ സ്ട്രെപ്റ്റോകൈനേസ് സ്ട്രെപ്റ്റോകോക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സ്ട്രെപ്റ്റോകൈനേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോട്ട് ബസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലോട്ട് ബസ്റ്റർ ടു റിമൂവ് ക്ലോട്ട്സ് ഫ്രം ദ ബ്ലഡ് വെസൽസ് ഓഫ് എ പേഷ്യൻസ് ഹു ഹാവ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. എന്താ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ മക്കളെ, അറിയോ? എനി ഐഡിയ? മറ്റു സംഭവം എന്താ? റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്. യെസ്, അതായത് ഹാർട്ടിലേക്ക് വരുന്ന ആർട്ടറീസിന്റെ വാൾസിൽ എന്ത് വരുന്നു? ഒരു ക്ലോട്ട് വരുന്നു. ഓക്കെ, ഒരു ബ്ലോക്ക് പോലെ. നമ്മൾ പെട്ടെന്ന് ചില ആൾക്കാർക്ക് പെട്ടെന്ന് നെഞ്ചുവേദന എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ഡോക്ടർ പെട്ടെന്നൊരു ഇഞ്ചക്ഷനോ മെഡിസിനോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഓക്കെ ആവും അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സഡൻലി ഉണ്ടാവുന്ന നമ്മുടെ ബ്ലഡ് വെസലിൽ ഉണ്ടാവുന്ന ചെറിയൊരു ബ്ലോക്കാണ്. ക്ലോട്ടാണ്. ബ്ലഡ് ഒന്ന് ക്ലോട്ട് ആവുന്നു. ഇപ്പൊ ഹാർട്ടാണ്. ഈ ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് ചെറുതായിട്ടൊന്ന് ക്ലോട്ട് ആവുന്നു. ക്ലോട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താ? സ്ട്രെപ്റ്റോകൈനേസ് ആണ് കൊടുക്കുന്നത്. ഈ സ്ട്രെപ്റ്റോകൈനേസ് കൊടുത്തു കഴിയുമ്പോൾ ക്ലോട്ട് എന്താവുന്നു? കംപ്ലീറ്റ്ലി മാറുന്നു. റിമൂവ് ക്ലോട്ട്സ് ഫ്രം ദ ബ്ലഡ് വെസൽസ് ഓഫ് ദ പേഷ്യൻസ് who have myocardial infarctions. അപ്പൊ എപ്പോഴും ഇത് കൊടുത്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എമർജൻസി സിറ്റുവേഷൻസിനാണ് നമുക്കത് സ്ട്രെപ്റ്റോകൈനസ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ എന്താ പറയുക, ക്ലോട്ട് ബസ്റ്റർ ബാക്ടീരിയ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയനെ മോഡിഫൈ
ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ അതിനെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രെപ്റ്റോകൈനേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ ക്ലോട്ട്സ്, ബ്ലഡ് വെസൽസിലുള്ള ക്ലോട്ട്സ് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇപ്പൊ കൊറോണറി ആർട്ടറി ബ്ലോക്ക് ഒക്കെ ഉണ്ടാവില്ലേ? കൊറോണറി ആർട്ടറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ തന്നെ ഉള്ള ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കുന്നു. അതിനെ ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റും. അപ്പൊ എപ്പോഴും ഈ ഒരു സംഭവം നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എമർജൻസി സിറ്റുവേഷൻസിൽ പെട്ടെന്ന് നമുക്ക് വേദന എന്ന് പറഞ്ഞു പോയി കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് പറ്റും. യെസ്, ക്ലിയർ ആണോ? അപ്പൊ ലിപ്പേസ്, പെക്റ്റിനേസ്, സ്ട്രെപ്റ്റോകൈനേസ് 3 ക്ലിയർ ആണോ? മിസ്. അടുത്തത് വേറൊരാളും കൂടി ഉണ്ട്, സൈക്ലോസ്പോറിൻ. സൈക്ലോസ്പോറിൻ പ്രൊഡ്യൂസ്ഡ് ബൈ അതൊരു ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. ഓക്കെ, ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ട്രൈക്കോഡെർമൽ പോളിസ്പോറം ഒരു ഫംഗസിൽ നിന്ന് എടുക്കുന്നതാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസിൽ നിന്ന് എടുക്കുന്നതാണ് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസിൽ നിന്ന് എടുക്കുന്നു. ഇതൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് എന്ന് പറയുന്നത്? യെസ്, ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. എനി ഐഡിയ? പറഞ്ഞോ. നമ്മുടെ ബോഡിയിലെ ഡിഫൻസ് ഇമ്മ്യൂണിറ്റി കുറക്കാൻ ഉപയോഗിക്കുന്ന. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മുടെ ബോഡിയിൽ ഇപ്പൊ കിഡ്നി ഫെയിലിയർ ആയി അല്ലെങ്കിൽ എന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡോണറിന്റെ അടുത്ത് കിഡ്നി വാങ്ങിക്കും. സോ ആ ഡോണറിന്റെ നമ്മളെല്ലാം മാച്ചിങ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അതിനെ റിജക്ട് ചെയ്യും. അപ്പൊ ആ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് മാത്രം നമ്മളുടെ ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു മെഡിസിൻസ് കൊടുക്കും. ഓക്കെ, അത് തൽക്കാലമായിട്ട് മാത്രമാണ്. ആ ഒരു ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് മാത്രം ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് കൊടുക്കും. ആ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ് സൈക്ലോസ്പോറിൻ. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ആവും. ആ ഒരു പെർട്ടിക്കുലർ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് മീൻസ് അപ്പോഴത്തേക്കും ഈ ഒരു സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ അത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു ഡോണർ തന്നിട്ടുള്ള കിഡ്നി അഡ്ജസ്റ്റഡ് ആവും. ദെൻ ഇതിന്റെ ഡോസേജും കൂടി കഴിയും. പിന്നെ നമ്മുടെ ബോഡിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഒരു തൽക്കാലമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ കിഡ്നി അല്ല എന്ന് നമ്മുടെ ബോഡി തിരിച്ചറിഞ്ഞ് അതിനെ റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഈ സൈക്ലോസ്പോറിൻ എ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് നമ്മുടെ ബോഡി റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന മെഡിസിൻ ആണ് സൈക്ലോസ്പോറിൻ എ. That is a immunosuppressive agent. Yes, clear? മിസ്. Yes. അടുത്തത് സ്റ്റാറ്റിൻസ്. സ്റ്റെയിൻസ് അല്ല മക്കളെ, സ്റ്റാറ്റിൻസ് ആണ്. സ്റ്റാറ്റിൻസ് മൊണോസ്കസ് പർപ്യൂറസ് എന്ന് പറയുന്ന ഈസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. മൊണോസ്കസ് പർപ്യൂറസ് എന്ന് പറയുന്ന ഈസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, മൊണാസ്കസ് പർപ്യൂറസ് എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് എന്തിനാ? സ്റ്റാറ്റിൻസ് എന്ന് പറയുമ്പോൾ തന്നെ കൊളസ്ട്രോൾ എന്ന് ഓർമ്മ വരിക. കൊളസ്ട്രോൾ കുറയ്ക്കാൻ എന്ന് ഓർത്ത് വെക്കുക. സ്റ്റാറ്റിൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ എന്ന് ഓർത്ത് വെക്കുക. യൂസ്ഡ് ആസ് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജൻസ്. ബ്ലഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ആളാണ് ആരാ? സ്റ്റാറ്റിൻസ്. It inhibits the enzymes responsible for synthesis of cholesterol. ഇപ്പൊ കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി ഉണ്ടാവുന്ന എൻസൈംസിന്റെ ആക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുന്നു, തടയുന്നു. അപ്പൊ സ്റ്റാറ്റിൻ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാര് സ്റ്റാറ്റിൻ അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ആണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് ഒരു റെഡ് ഈസ്റ്റിൽ നിന്നാണ് സിന്തസിസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, മൊണാസ്കസ് പർപ്യൂറസസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻസ് റെഡ് ഈസ്റ്റിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറ്റിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കിട്ടിയില്ലേ? അപ്പൊ നമ്മളുടെ ആരൊക്കെയായിരുന്നു? ഇത് പഠിക്കണം, ആസ്പെർജില്ലസ് ഏതിൽ നിന്നൊക്കെ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ ആൽക്കഹോള്, എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. എൻസൈംസില് എന്താ പറയാ, ലിപ്പേസ് ഉണ്ട്, പെക്റ്റിനേസ് ഉണ്ട്, സ്ട്രെപ്റ്റോകൈനേസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് സൈക്ലോസ്പോറിൻ എ,
അതുപോലെ തന്നെ സ്റ്റാറ്റിൻസ്. ഇത്രയും ആൾക്കാർ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഈ ഒരു ഭാഗം. യെസ്, കിട്ടിയോ? മനസ്സിലായോ? മിസ്. ദെൻ നെക്സ്റ്റ് വൺ. അപ്പൊ ഇത് ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് കഴിഞ്ഞു, ഇൻഡസ്ട്രിയൽ പർപ്പസ് കഴിഞ്ഞു, അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സും കഴിഞ്ഞു. ഇനി അടുത്തത് മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ്. നമ്മളുടെ സീവേജ് ട്രീറ്റ്മെന്റിലാണ് നമ്മുടെ അടുത്ത ഒരു പ്രോസസ്. സീവേജ് ട്രീറ്റ്മെന്റിൽ എങ്ങനെയൊക്കെ നമ്മുടെ മൈക്രോബ്സ് ആക്ട് ചെയ്യണോ എന്നുള്ളൊരു കേസാണ് അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കിക്കേ. സീവേജ്, എല്ലായിടത്തെ സീവേജും കൂടി ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു അല്ലെ. കണ്ടോ, ഇതാ എല്ലായിടത്തെ സീവേജും കൂടി ഒരു ഏരിയയിലേക്ക് എത്തി. എന്നിട്ട് എല്ലാം കളക്ട് ചെയ്ത് ഇവിടെ വന്നെത്തി. ദെൻ പിന്നീടാണ് നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീവേജ് ട്രീറ്റ്മെന്റ് ഇസ് കാരിഡ് ഔട്ട് 2 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരെണ്ണം പ്രൈമറി ട്രീറ്റ്മെന്റും സെക്കൻഡറി ട്രീറ്റ്മെന്റും. 2 ട്രീറ്റ്മെന്റ് ആണ്. പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതിന് വേറൊരു പേരുണ്ട് മക്കളെ. പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതിന് വേറൊരു പേരുണ്ട്. ദാറ്റ് ഈസ് ഫിസിക്കൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, ഫിസിക്കൽ ട്രീറ്റ്മെന്റ്. ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി ട്രീറ്റ്മെന്റിന് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. അങ്ങനെ 2 തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സിലൂടെ കടന്നു പോയിട്ടാണ് ഈ സീവേജ് വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ സീവേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് കണ്ടെയ്ൻസ് മുനിസിപ്പൽ വേസ്റ്റ് എന്ന് പറയാം. ഓർഗാനിക് മാറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ മൈക്രോബ്സ് ഉണ്ടാവും. അൺവാണ്ടഡ് ആയിട്ടുള്ളത് ഉണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുള്ളതും ഉണ്ടാവും. ഈ സീവേജ് ഈസ് ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് STP എന്നാണ് പറയുന്നത്. ഈ എന്താ സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ധാരാളം മൈക്രോബ്സും അൺവാണ്ടഡ് ആയിട്ട് സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുകയാണ് അല്ലെ. പ്യൂരിഫൈ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധാരണ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വാട്ടർ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതില് പ്രൈമറി, ഇത് ഞാൻ കുറച്ച് എന്താ പറയാ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഈ ഒരു പ്രോസസ്സ് പറയാം, അതിനുശേഷം ഞാൻ സ്ലൈഡ് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ആദ്യം സീവേജില് എന്തൊക്കെ ഉണ്ടാവും നോക്കാം. ഓക്കെ, സീവേജില് ആദ്യം നമുക്ക് എന്തൊക്കെ ഉണ്ടാവും നോക്കാം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും അല്ലെ. നമ്മള് വെറുതെ ഇങ്ങനെ ഒഴുകി കളയുന്ന വെള്ളം അല്ലെ, ഡിച്ചിൽ നിന്ന് വരുന്ന വെള്ളം അല്ലെങ്കിൽ പല ഓടയിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തില് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഒന്നുണ്ട് ഒന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം ഉണ്ടാവും. അപ്പൊ സീവേജ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ ഉണ്ടാവും, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, സാൻഡ് ഉണ്ട്, പെബിൾസ് ഉണ്ടാവും, ഓർഗാനിക് വേസ്റ്റ് ഉണ്ട്, ഫീക്കൽ മാറ്റർ ഉണ്ടാവും, വെജിറ്റബിൾ വേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ എയറോബിക് ബാക്ടീരിയ ഉണ്ടാവും, അനറോബിക് ബാക്ടീരിയാസ് പ്രസന്റ് ആയിരിക്കും, ഫംഗസ് പ്രസന്റ് ആയിരിക്കും അല്ലെ. സീവേജ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ആണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ ആണ്. അതിൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്ലാസ്റ്റിക് വേസ്റ്റ്, സാൻഡ്, പെബിൾസ്, ഓർഗാനിക്, ഫീക്കൽ മാറ്റർ, വെജിറ്റബിൾ എല്ലാം കാണാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, നമ്മള് അതിന് ഫിസിക്കൽ റിമൂവൽ. ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്കൽ ട്രീറ്റ്മെന്റ് എന്നാണ് നമ്മൾ പഠിച്ചു അല്ലെ. പ്രൈമറിയിൽ വരുന്ന ഫിസിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് ആദ്യം നമ്മൾ ഇങ്ങനെ ആ ഒരു വാട്ടറിനെ ഒരു ടാങ്കിലേക്ക് ഇട്ടു. ഓക്കെ, ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു ബക്കറ്റ് ഒന്നും അല്ല, ഒരു വലിയ ഒരു ടാങ്ക് ആയിരിക്കും. അത് നമ്മൾ എന്താ പറയുക സീവേജ് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ വെള്ളം എന്ത് ചെയ്തു അതിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ അധികം ഫ്ലോട്ടിംഗ് ഡെബ്രീസ് കാണാൻ പറ്റും. ഫ്ലോട്ടിംഗ് ഡെബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ എന്തൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റോ പേപ്പേഴ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പാറിക്കിടക്കുണ്ടാവും. സോ അങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ഡെബ്രീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സീക്വൻസിൽ ഫിൽട്രേഷൻ നടത്തുന്നു. സീക്വൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽട്രേഷൻ നടത്തുന്നു. ഫിൽട്രേഷൻ നടത്തുന്നത് എങ്ങനെയാ, ഇപ്പൊ നമ്മള് ഹ്യൂമൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു നെറ്റ് പോലത്തെ സാധനം അല്ലെ, നമ്മുടെ ഫിഷ് നെറ്റ് ഒക്കെ പോലത്തെ ഒരു നെറ്റ് പോലത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് പതുക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അരിപ്പ പോലത്തെ ഒരു സാധനത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ പൊന്തി കിടക്കുന്ന ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സാധനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റി. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് അതിന് അനക്കാതെ 2 ദിവസം അതേപോലെ വെച്ചു. ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളതിനെ മാറ്റി അനക്കാതെ 2 ദിവസം വെച്ചു. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പതുക്കെ എന്ത് ചെയ്യുന്നു, ഫിൽട്രേഷൻ, വേറൊരു ഫിൽട്രേഷൻ ടാങ്കിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നു, ആ വെള്ളത്തിന് അനക്കാതെ വെച്ച വെള്ളത്തിന് ഫിൽട്രേഷൻ ടാങ്കിലേക്ക് വിടുന്നു. ഫിൽട്രേഷൻ ടാങ്കിലേക്ക് വിട്ടു കഴിയുമ്പോൾ ഇതില് എന്തൊക്കെ ഉണ്ടാവാം, ഈ പകുതി നമുക്ക് ഇത് കുറച്ചും കൂടി പ്യൂരിഫിക്കേഷൻ നടന്നു. അത് കഴിഞ്ഞ് ഫിൽട്രേഷൻ ടാങ്കിലേക്ക് ഇട്ടപ്പോൾ അതില്
എന്താ പറയാ സ്റ്റോണ്, സാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ സ്റ്റോണ്, സാൻഡ്, സ്മോൾ പെബിൾസ് ഇതിനെല്ലാം കൂടി നമ്മൾ പറയുന്ന ഒരു വേർഡ് ടേമാണ് ഗ്രിറ്റ് അല്ലെ. ഗ്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റോണ്, സാൻഡ്, സ്മോൾ പെബിൾസ് ഒക്കെ കൂടിയിട്ടുള്ളതിനാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രിറ്റ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ടാങ്കിലേക്ക് പോയി 2 ദിവസം തണുക്കാതെ വെച്ച് തന്നെ ഈ ടാങ്കിലേക്ക് പോയി ഇതെല്ലാം എന്ത് ചെയ്യുന്നു, സെറ്റിലായി അല്ലെ. മണലും എന്താ പറയാ അതുപോലെ തന്നെ ചെറിയ ചെറിയ പെബിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സെറ്റിലായി. ഓക്കെ, സെറ്റിലായി അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സെറ്റിലായി കിടക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും. പ്രൈമറി സ്ലഡ്ജ്, സെഡിമെന്റേഷൻ ടാങ്കിൽ പ്രൈമറി സ്ലഡ്ജ് ആയിട്ട് കിടക്കുന്നുണ്ട് കുറെ ആൾക്കാര്. ഇനി മുകളിലായിട്ടുള്ള വെള്ളം അല്ലെ, മുകളിൽ കുറച്ച് തെളിഞ്ഞ വെള്ളമായിരിക്കും, അതിന് നമ്മൾ പ്രൈമറി എഫ്ലുവൻറ്റ് എന്നാണ് പറയാ. ഓക്കെ, മുകളിലുള്ള ആ തെളിഞ്ഞ വെള്ളത്തിന് പ്രൈമറി എഫ്ലുവൻറ്റ് എന്ന് പറയും. അടിയിൽ ഇങ്ങനെ ഡെപ്പോസിഷൻസ് കുറച്ച് സ്റ്റോണും പെബിൾസ് ഒക്കെ ആയിട്ട് കിടക്കുന്നതിന് പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും. ഇത്രയും കിട്ടിയോ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കിയേ, പ്രൈമറി ട്രീറ്റ്മെന്റ് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. വാട്ടർ വിച്ച് എൻ്റർ ഇൻ ടു ദ പ്രൈമറി ടാങ്ക്, റിമൂവ് ഫ്ലോട്ടിംഗ് ഡെബ്രീസ് റിമൂവ് ചെയ്തു, എന്താ സീവ് ഒരു അരിപ്പ ഉപയോഗിച്ച് ചെയ്തു. ഇനി ദ ഫിൽട്ടേർഡ് വാട്ടർ എന്ത് ചെയ്തു, സെക്കൻഡ് ടാങ്കിലേക്ക് കൊടുത്തു, ഒരു നോട്ട് ഡിസ്റ്റർബ്ഡ് 2 days സെഡിമെന്റേഷൻ നടന്നു. പ്രൈമറി സ്ലഡ്ജ് സച്ച് ആസ് സ്റ്റോണും സാൻഡ് ഒക്കെ പ്രൈമറി സ്ലഡ്ജ്, പ്രൈമറി എഫ്ലുവന്റ് ഈസ് പ്രസന്റ് ഇൻ അപ്പർ പാർട്ട്, മുകളിലുള്ള പാർട്ടിലേക്ക് വന്നു. ഗ്രിറ്റ് ഗ്രിറ്റ് അല്ല ഗ്രിറ്റ് എന്തുവാ? ഗ്രിറ്റ് ഞാനിപ്പോ പറഞ്ഞല്ലോ, സ്മോൾ സാൻഡ്, സ്മോൾ സ്റ്റോൺ അല്ലെങ്കിൽ പെബിൾസ്, പിന്നെ അതുപോലെ തന്നെ സാൻഡ്, ഇതിന് എല്ലാത്തിനെയും കൂടി പറയുന്നതാണ് ഗ്രിറ്റ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി അടുത്തത് പ്രൈമറി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് പോയി. സെക്കൻഡറി ട്രീറ്റ്മെന്റില് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ സെക്കൻഡറി ടാങ്കിലേക്ക് ഇതിനെ എന്ത് ചെയ്യുന്നു, കടത്തി വിടുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു സാധനത്തിന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, സെഡിമെന്റേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൈമറി എഫ്ലുവന്റിനെ സെക്കൻഡറി ടാങ്കിലേക്ക് കടത്തി വിട്ടു. സെക്കൻഡറി ടാങ്കിൽ നോക്കിയ മക്കളെ, സെക്കൻഡറി ടാങ്കിലേക്ക് കടത്തി വിട്ടപ്പോൾ അവിടെ എയറോബിക് ബാക്ടീരിയാസിനെയും കൂടെ കടത്തി വിട്ടിട്ടുണ്ടായി. ഇനി അപ്പൊ എയറോബിക് ബാക്ടീരിയാസ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും, കുറേയധികം ഓക്സിജൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം മൈക്രോബ്സ് ധാരാളം ഉണ്ടാവും എന്നുള്ളത് അല്ലെ, ആ ഒരു വാട്ടറിൽ മൈക്രോബ്സ് ധാരാളം ഉണ്ടാവും. അപ്പൊ എയറോബിക് ബാക്ടീരിയയും ഫംഗസും കൂടി ചേരുമ്പോൾ നമുക്കൊരു ഫ്ലോട്ട് ഫോംഡ് ഉണ്ടാവും. അതായത് ഒരു എയറോബിക് ബാക്ടീരിയാസ് പ്ലസ് ഫംഗസും കൂടി ചേരുമ്പോൾ ഒരു മെഷ് ലൈക്ക് അപ്പിയറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് നമ്മൾ വിളിക്കുന്നതാണ് ഫ്ലോക്ക്, FLOC, ഫ്ലോക്ക് എന്ന് വിളിക്കുന്നത് ഒരു മെഷ് ലൈക്ക് അപ്പിയറൻസ് ആണ്. ഓക്കെ, അപ്പൊ എയറോബിക് ബാക്ടീരിയാസും ഫംഗസും ഉണ്ട്, അതിന് നമ്മൾ ഫ്ലോക്ക് എന്ന് വിളിക്കുന്നു. ഒരു മെഷ് പോലത്തെ ഒരു നെറ്റ് ലൈക്ക് അപ്പിയറൻസ് ആണ് അത്രയേ ഉള്ളൂ മെഷ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രൈമറി എഫ്ലുവന്റിനെ എന്ത് ചെയ്തു, വേറൊരു ടാങ്കിലേക്ക് ഇട്ടു, മീൻസ് കടത്തി വിട്ടു. ആ വേറൊരു ടാങ്കിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ താഴെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഏറ്റവും താഴെ ഡെപ്പോസിറ്റ് ആവുന്നത് ഓർഗാനിക് മാറ്ററും ഫ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താന്ന് പറഞ്ഞു, എയറോബിക് ബാക്ടീരിയയും ഫംഗസും കൂടി അടങ്ങിയിട്ടുള്ളതിനാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോ പ്രൈമറി എഫ്ലുവന്റിനെ സെക്കൻഡറി ടാങ്കിലേക്ക് സെക്കൻഡറി ടാങ്കിൽ നിന്ന് നമ്മൾ പ്രൈമറി ടാങ്കിന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞ് സെക്കൻഡറി ടാങ്കിലേക്ക് കടത്തി വിട്ടു. അവിടെ എയറോബിക് ബാക്ടീരിയ ഉണ്ട്, ആ എയറോബിക് ബാക്ടീരിയന്റെ ഉള്ളിലേക്കാണ് ഈ വെള്ളം കടത്തി വിട്ടത്. അത് കഴിയുമ്പോൾ ഇവിടെയും നമുക്ക് പ്രൈമറി സെക്കൻഡറി എഫ്ലുവൻസും സ്ലഡ്ജും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ മുകളിൽ കാണുന്ന വെള്ളം തന്നെയാണ് പ്രൈമറി എഫ്ലുവന്റ്, അല്ലെങ്കിൽ നമുക്ക് അതിന് സെക്കൻഡറി എഫ്ലുവന്റ് എന്നും പറയാം. ഇതും കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൈമറി തന്നെ ഇവിടെ പറയുന്നത്. ഇനി ഇതിന് നമ്മൾ വീണ്ടും അനദർ ടാങ്കിലേക്ക് കടത്തി വിട്ടു. അനദർ ടാങ്കിലേക്ക് കടത്തി വിട്ടപ്പോൾ സെക്കൻഡറി എഫ്ലുവന്റ് കിട്ടി. അതിന്റെ അടിയിലും എന്തുണ്ട്, കുറേയധികം സെറ്റായി കിടക്കുന്ന സ്ലഡ്ജുകൾ കാണാൻ പറ്റും. അതിലാരൊക്കെയാണ്, ഓർഗാനിക് മാറ്ററും ഫ്ലോക്കും സെറ്റിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെയും കുറച്ച് പ്യുവർ വാട്ടേഴ്സ് അല്ലെ, സെക്കൻഡറി ഫ്ലുവന്റ് ആയിട്ട് കുറച്ച് പ്യുവർ വാട്ടേഴ്സ് ഉണ്ടാവും. ഈ വാട്ടറിനെ ഡയറക്ട്ലി നമ്മൾ എവിടേക്ക് കടത്തി വിടുന്നു, വാട്ടർ ബോഡീസിലേക്ക്. ഇപ്പൊ റിവറോ ഓഷ്യൻസോ സീലോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി കൂടുതൽ വെള്ളമുള്ള ഭാഗങ്ങളിലേക്ക് ഇതിനെ കടത്തി വിടുന്നു. മുകളിലുള്ള ഭാഗം, ഈ താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ, ഓർഗാനിക് മാറ്റേഴ്സ് നിറഞ്ഞിട്ടുള്ള ഭാഗം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് എഗെയിൻ ഇനോക്കുലമായിട്ട് യൂസ് ചെയ്യും. ഇനോക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് യൂസ് ചെയ്യും. ഇനി ഈ പ്രോസസ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് വീണ്ടും ചെയ്യണമെങ്കിൽ ഇതിന്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഫസ്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
കുറച്ചും കൂടി ഈ മൈക്രോബ്സിന്റെ സഹായത്താൽ കുറച്ചും കൂടി ഈ ഒരു റിയാക്ഷൻ സ്പീഡപ്പ് ആയിട്ട് നടന്നു വരും. യെസ്, ഈ ഒരു റിയാക്ഷൻ സ്പീഡപ്പ് ആയിട്ട് നടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഈ ഒരു എന്താ പറയാ എയറോബിക് ടാങ്ക്, ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ കടത്തിവിടും എന്ന് പറഞ്ഞില്ലേ. ഈ ടാങ്കിന്റെ അടിയില് മീഥെയിൻ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. മീഥെയിൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ്, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇത്രയും ആൾക്കാരായിരിക്കും ഇവിടെ കാണുന്നത്. ഇവരിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരിനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ബയോഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാർ ഇത് നമ്മൾ കളക്ട് ചെയ്യണം കേട്ടോ. മിസ്സേജ് ഇങ്ങനെ റിവറിൽ ഇങ്ങനെ വെള്ളത്തിന്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബയോഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്തിട്ട് നമുക്ക് ബയോഗ്യാസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള പ്രൈമറി എഫ്ലുവന്റ്, സെക്കൻഡറി എഫ്ലുവന്റ് ആയി, സെക്കൻഡറി എഫ്ലുവന്റ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു? വാട്ടർ ബോഡീസിലേക്ക് കടത്തിവിടുന്നു. ഈ ഓർഗാനിക് മാറ്ററും ഫ്ലോക്ക് സെറ്റിൽമെന്റ്സും ഈ സെക്കൻഡറി സ്ലഡ്ജ് ആണ് ഇവരിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരിനെ നമുക്ക് നെക്സ്റ്റ് ഇനോക്കുലമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കിട്ടിയോ? ആരും ഒന്നും ഉണ്ടല്ലോ. യെസ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? പൊല്യൂഷൻ കൂടുതലാണ്, ഓക്സിജൻ കൂടുതലായിട്ട് എടുക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, എയറോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ കൂടുതലായിട്ട് കടത്തിവിടുന്നു. എത്രത്തോളം ഓക്സിജൻ കടത്തിവിടുന്നു അത്രയും എന്തുണ്ട് എന്നാണ് അർത്ഥം? പൊല്യൂഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, പൊല്യൂഷൻ കൂടുതലാണെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആൾസോ ഇൻക്രീസ് ആയിരിക്കും. കിട്ടിയോ? യെസ്. ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ, മനസ്സിലായി. ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ലല്ലോ മക്കളെ. പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സെക്കൻഡറി നോക്കിയേ. പ്രൈമറി എഫ്ലുവന്റിനെ സെക്കൻഡറി ടാങ്കിലേക്ക് കടത്തിവിട്ടു. അതിന് നമ്മൾ സെക്കൻഡറി ടാങ്ക് എന്ന് പറയുന്ന ആ ടാങ്കിലെ എയറേഷൻ ടാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കൂടുതലായിട്ട് ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ പമ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എയറോബ്സ് കൂടുതലായിട്ട്, എയറോബിക് ബാക്ടീരിയ കൂടുതലായിട്ട് വളരും. ഈ എയറോബിക് ബാക്ടീരിയ ഫംഗസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എയറോബിക് ബാക്ടീരിയ പ്ലസ് ഫംഗസ് കൂടി ചേരുമ്പോഴാണ് ഫ്ലോക്ക് മെഷ്. മെഷ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, ഇങ്ങനെ ഒരു വല പോലത്തെ സാധനം അതുണ്ടാവുന്നു. അതെന്ത് ചെയ്യുന്നു? കൂടുതലായിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഓർഗാനിക് മാറ്റർ മീൻസ് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഈ രണ്ടാൾക്കാരും കൂടി, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റർ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ കൂടുതലായിട്ടും ഇൻടേക്ക് ചെയ്യുന്നു. ഇനി ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ കൂടുതലുള്ള ഭാഗത്താണ്. പ്രൈമറി എഫ്ലുവന്റ് ഈസ് ട്രാൻസ്ഫർ ടു സെറ്റിലിംഗ് ടാങ്ക്. സെറ്റിലിംഗ് ടാങ്കിലേക്ക് കൊടുത്തു. ഈ ഫ്ലോക്കും ഓർഗാനിക് മാറ്ററും സെക്കൻഡറി സ്ലഡ്ജ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്കൻഡറി എഫ്ലുവന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്, മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആൾക്കാർ. ഇനി ക്ലിയർ എഫ്ലുവന്റിനെ എന്ത് ചെയ്യുന്നു? വാട്ടർ ബോഡീസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വിടുന്നു. സെക്കൻഡറി സ്ലഡ്ജിനെ എന്തായിട്ട് മാറ്റുന്നു? നമ്മള് സ്മോൾ എമൗണ്ട് യൂസ് ഇനോക്കുലമായിട്ട് യൂസ് ചെയ്യുന്നു. എയറോബിക് ടാങ്കിലേക്ക് യൂസ് ചെയ്യാം. ഇനോക്കുലം എന്ന് പറഞ്ഞാൽ വീണ്ടും മെക്കൻ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. റിമൈനിങ് മെത്തനോജൻസ്, ബയോഗ്യാസ്, മീഥെയിൻ ഒക്കെ എന്തിന് യൂസ് ചെയ്യുന്നു? ഫ്യൂവൽ പർപ്പസിന് യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നോട്ട്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കിട്ടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സീവേജ് ട്രീറ്റ്മെന്റിന്റെ കാര്യം. ഇനി NCERT ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ സെയിം ലൈൻ ബൈ ലൈൻ അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു നോട്ട്സും കൂടി വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തത ഉണ്ടാവും. യെസ്, ദ പ്രൈമറി ട്രീറ്റ്മെന്റ് സീക്വൻഷ്യൽ ഫിൽട്രേഷൻ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം. അത് കഴിഞ്ഞ് സെഡിമെന്റേഷൻ, സെറ്റിൽഡ് സോളിഡ് പ്രൈമറി സ്ലഡ്ജ്, അത് കഴിഞ്ഞ് പ്രൈമറി എഫ്ലുവന്റ്. ഓക്കെ, അത് കഴിഞ്ഞ് സെക്കൻഡറിക്കൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. പ്രൈമറി എഫ്ലുവന്റിനെ എയറേഷൻ ടാങ്കിലേക്ക് കടത്തിവിട്ടു. അത് കഴിഞ്ഞാൽ എയറേഷൻ ടാങ്കിലേക്ക് കടത്തിവിട്ട് കഴിയുമ്പോൾ എയറോബിക് ബാക്ടീരിയസ് കൂടുതലായിട്ട് വളർന്നു തുടങ്ങും. ഈ എയറോബിക് ബാക്ടീരിയസ് ഫംഗസുമായിട്ട് ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ദീസ് മൈക്രോബ്സ് എന്ത് ചെയ്യുന്നു? ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഓർഗാനിക് മാറ്ററിന് എത്രത്തോളം വേസ്റ്റ് ഉണ്ടോ അത്രയും തന്നെ നമുക്ക് എന്തും കൂടി ഉണ്ടാവും? പൊല്യൂഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അത്രയും തന്നെ നമുക്ക് പൊല്യൂഷൻസ് ഉണ്ട് എന്ന് അർത്ഥം. അത് കഴിഞ്ഞ് സെക്കൻഡറി ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തു. അത് ഇഫ്ലുവന്റ് എന്ത് ചെയ്യുന്നു? സെറ്റിലിംഗ് ടാങ്കിലേക്ക് കടത്തിവിട്ടു. ദെൻ അത് കഴിഞ്ഞ് ഫ്ലോക്സ് ഉണ്ടായി. ദെൻ ദി സെഡിമെന്റ്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിക്കുന്നു. ഇതിൽ സ്മോൾ പോർഷൻ ദാറ്റ് ഈസ് എടുത്തിട്ട് നമ്മൾ ഇനോക്കുലമായിട്ട് ആക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡറി ബയോളജിക്കൽ ട്രീറ്റ്മെന്റിൽ അനറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ, അതായത് അനറോബിക് മീൻസ് ഓക്സിജൻ കടത്തിവിടുന്നു എന്നുള്ള കേസ് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഏറ്റവും അടിയിലായിട്ട് ആരുണ്ടാവും, ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഉണ്ടാവും. അവരെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, ബയോഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാം. ബാക്കി എന്ത് ചെയ്യുന്നു, റിമൈൻ ഇഫ്ലുവന്റ്, ലാസ്റ്റ് ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസിന് വാട്ടർ ബോഡീസിലേക്ക് കടത്തിവിടുന്നു. റിവേഴ്സ് അല്ലെങ്കിൽ സ്ട്രീംസിലൊക്കെ എന്ത് ചെയ്യാം, ഡയറക്ട്ലി കടത്തിവിടാനായിട്ട് പറ്റും. ഈ ഒരു ഫ്ലോ ചാർട്ടും കൂടി കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ആദ്യം പ്രൈമറി ഇഫ്ലുവന്റ്, എയറേഷൻ ടാങ്ക്, കോൺസ്റ്റന്റ് എഡ്യൂക്കേഷൻസ്, എയറോബിക്. ഈ ഒരു സ്റ്റെപ്സ് അത്രയേ ഉള്ളൂ. ഈ സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്ത് ചോദിക്കും. നിങ്ങൾക്ക് ആ ഓർഡർ കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ ഒരു സംഭവം നമ്മുടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പ്ലാന് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഈ ഒരു ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഈ സീവേജ് ട്രീറ്റ്മെന്റിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ആൾക്കാരാണ്, രണ്ട് സെക്ടേഴ്സ് ആണ്. ദ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ഓഫ് ഫോറസ്റ്റ്. ഓക്കെ, ദ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് അവരും, അതുപോലെ തന്നെ ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ. മക്കളെ, ഇതിൽ നിങ്ങൾ പഠിക്കാനുള്ളത് ഇതിന്റെ ഫുൾ ഫോംസ് ആണ്. ദ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് അല്ലെങ്കിൽ GAP, YAP ഒക്കെ പഠിച്ചു വെക്കുക. ഗംഗ ആക്ഷൻ പ്ലാനും യമുന ആക്ഷൻ പ്ലാനും, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളൊരു ഇതും കൂടി പഠിക്കണം. യെസ്, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സീവേജ് ട്രീറ്റ്മെന്റ് ഓക്കെ അല്ലേ? യെസ്, ആരും ഒന്നും കണ്ടില്ലല്ലോ. ഇനി അടുത്തത് മൈക്രോബ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസിന്റെ മൈക്രോബ്സ് എങ്ങനെ സഹായിക്കുന്നു? ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗ്യാസസ് കണ്ടെയ്നിങ് മീഥെയിൻ ഉണ്ടാവും അല്ലെ. കംപ്ലീറ്റ്ലി മീഥെയിൻ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇത് മിക്സ്ചർ ഓഫ് ഗ്യാസ്, മെയിൻലി മീഥെയിൻ ആണ്. മെത്തനോജൻസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് ഉണ്ടാവുന്നത്. മെത്തനോജൻസ് എനറോബിക്കലി വളർത്തുന്നതാണ്. സെല്ലുലോസിക് മെറ്റീരിയൽ ആണ്. ദാറ്റ് ഈസ് മീഥെയിൻ, ഓക്സിജൻ, H2, ഹൈഡ്രജൻ. മെത്തനോബാക്ടീരിയ ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മീഥെയിൻ, മെത്തനോജൻസ് എന്ന് പറയുന്ന ആൾക്കാർ സെല്ലുലോസ്, അതായത് ഗട്ട് ഓഫ് ദ അനിമൽസിൽ നിന്നൊക്കെയാണ് വളരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ബോട്ടണിയിൽ അല്ലേ. സോ മെത്തനോബാക്ടീരിയം ഈസ് ഫൗണ്ട് ഇൻ അനറോബിക് സ്ലഡ്ജ് ആൻഡ് റുമൻ ഓഫ് കാറ്റിൽ. കാറ്റിലിന്റെ റുമനിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലോസ് ഡൈജഷൻ ആണ് അവർ കൂടുതലായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ആ സെല്ലുലോസ് ഉള്ളത് കൊണ്ടാണ് അവരുടെ ഡങ്ങില് മീഥെയിൻ പ്രസന്റ് ആയിട്ടുള്ളത്. സോ ബയോഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ആൻഡ് ലൈറ്റിംഗ് എന്ന് നമുക്കറിയാം. കാറ്റിൽ ഡങ്ങിൽ ഗോബർ, ആ ഒരു ഗോബർ കണ്ടെയ്ൻ ദീസ് ബാക്ടീരിയ. ഗോബറിലാണ് ഈ ഒരു ബാക്ടീരിയാസ്, മെത്തനോബാക്ടീരിയം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഗോബർ ഗ്യാസ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മെത്തനോബാക്ടീരിയ ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. മെത്തനോജൻസ് അല്ലെങ്കിൽ ഗോബർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തനോജൻസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ദേ ആർ റുമൻ പാർട്ട് ഓഫ് ദി സ്റ്റൊമക് ഓഫ് കാറ്റിൽസ്. കാറ്റിൽസിലാണ് ഇത് കണ്ടുവരുന്നത്. ഈ ബാക്ടീരിയ ആണ് സെല്ലുലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, എൻസൈംസ് സെല്ലുലേസ് എന്നുള്ള പറയുന്ന എൻസൈംസുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് ഡൈജഷൻ നടത്തുന്നത്. അതായത് അനിമൽസിന്റെ, കാറ്റിൽസിന്റെ ഡൈജഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ദ എക്സ്ക്രീറ്റ ഓഫ് കാറ്റില് കൂടുതലായിട്ടും ഗോബർ എന്ന് പറയുന്ന മെത്തനോജൻസ് തന്നെയാണ് കാണുന്നത്. ഈ മെത്തനോജൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗോബർ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. സോ ഇതിനെ നമ്മൾ എന്താ പറയാ, മീഥെയിൻ പ്രസന്റ് ആയതുകൊണ്ട് ലൈറ്റിനിങ് പർപ്പസിനും അതുപോലെ തന്നെ കുക്കിംഗ് പർപ്പസിനും ഒക്കെ ഈ ഒരു ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മൈക്രോബ്സ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു എന്താ പറയാ, കൗഡങ് എന്നൊക്കെ പറയാം. ഇപ്പൊ നമ്മൾ ഈ ഒരു കൗഡങ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് അറിയുന്നുണ്ടാവും അല്ലെ, എങ്ങനെയൊക്കെയാണ് ചാണകത്തിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചിലവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, ചിലർക്ക് ഇത് അറിയുന്നുണ്ടാവും ഈ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അല്ലെ. യെസ്, എനി ഐഡിയ? എങ്ങനെ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മക്കളെ? അറിയോ ആർക്കെങ്കിലും എങ്ങനെയൊക്കെയാ ഉണ്ടാക്കണത്, ഗോബർ ഗ്യാസ് എങ്ങനെയാ ഉൽപ്പാദിപ്പിക്കണത് അറിയോ?
ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നോ ഐഡിയ മിസ്. എന്തെങ്കിലും ഒന്ന് പറയോ? മിസ്. ഇല്ല. യെസ്, നമുക്ക് നോക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാവണം നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലൂടെ തന്നെ ഞാൻ ഇതിന്റെ ഒരു ഡയഗ്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ല തോന്നുന്നു. യെസ്, നോക്ക്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺക്രീറ്റ് ടാങ്ക് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കോൺക്രീറ്റ് ടാങ്ക് എന്ന് ഇമാജിൻ ചെയ്തോളൂ. ദിസ് വൺ ഒരു കോൺക്രീറ്റ് ടാങ്ക് ആണ്. ഈ കോൺക്രീറ്റ് ടാങ്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മണ്ണിന്റെ അടിയിൽ ഒരു 10 to 15 ഫീറ്റ് അടിയിലേക്ക് താഴ്ചയിലേക്ക് ഇതിനെ എന്ത് ചെയ്യുന്ന ഡീപ്പ് ചെയ്ത് മീൻസ് ഉള്ളിലേക്ക് താഴ്ത്തി കുഴിച്ചു വെക്കണം. ഇനി മോൾ ഭാഗം എന്താ, ഇതാണ് 10 to 15 അടിയാണ്. ഇതാ ഈ ഒരു ഡിസ്റ്റൻസ്, ദിസ് വൺ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 10 to 15 ഫീറ്റ് മണ്ണിന്റെ അടിയിലേക്ക് കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ ഇതിന്റെ ഒരു അടപ്പ് കണ്ടോ, ദിസ് വൺ ഇസ് അതിന്റെ ഒരു ലിഡ്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ലിഡ്. ഈ ലിഡിന് നമ്മൾ ഫ്ലോട്ടിംഗ് കവർ എന്നാണ് പറയാ. ഓക്കെ, ഫ്ലോട്ടിംഗ് കവർ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ചാണകവെള്ളം ഇതിൽ ഒഴിക്കുമ്പോൾ ഇതിനടിയിലേക്ക് പോകുന്നു, ഡെബ്രി ഇതിന്റെ അടിയിലേക്ക് പോകുന്നു, ചാണകവെള്ളം മൊത്തം ഇതിന്റെ അടിയിലേക്ക് പോകുന്നു. എന്നിട്ട് ബയോഗ്യാസ് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ഈ ഒരു ഫ്ലോട്ടിംഗ് ലിഡ് മുകളിലേക്ക് പൊന്തി 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 പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് ലിഡ് തന്നെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോട്ടിംഗ് കവർ is placed over the slurry which keeps on rising as the biogas is produced. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കൗഡങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ, ഹൗസ് ഹോൾഡ് വേസ്റ്റ്, ചിലതൊന്നും അതിലിടാൻ പറ്റില്ല. അങ്ങനെ ഇടാൻ പറ്റാത്തതല്ല, ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ചെറിയൊരു ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ചെറിയ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ചെറിയ ടാങ്കിൽ നിന്ന് നമ്മളിപ്പോ 15 അടി കുഴിച്ചു വെച്ചിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ടല്ലോ, 15 അടി കുഴിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു വലിയ ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിലേക്ക് ഇതെന്ത് ചെയ്യുന്നു, പതുക്കെ 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 ഈ വഴി ഇതിലേക്ക് എത്തുന്നു. എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഇതില് ഗ്യാസ് ഉണ്ടാവുന്നതിനനുസരിച്ച് ഈ ഫ്ലോട്ടിംഗ് ലിഡ് എന്ത് ചെയ്യുന്നു, പൊന്തി പൊന്തി വരും. ഓക്കെ, ഫ്ലോട്ടിംഗ് ലിഡ് പൊന്തി പൊന്തി വരും. ഇനി ഈ ഡൈജസ്റ്ററിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റ് മീൻസ് ഇതൊക്കെ നടക്കുന്നത്, ഈ ഗ്യാസ് ഫോർമേഷൻ ഒക്കെ നടക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ലിഡിൽ തന്നെ ഒരു പൈപ്പും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് പൈപ്പ് അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, ഔട്ടിംഗ് ലിഡ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് എന്ന് വിളിക്കാം. ഈ ഔട്ട്ലെറ്റിലൂടെയാണ് നമ്മളുടെ എന്ത് വരുന്നത്, ബയോഗ്യാസ് സപ്ലൈ ഉണ്ടാവുന്നത്. ഈ ഔട്ട്ലെറ്റിലൂടെയാണ് നമ്മുടെ ബയോഗ്യാസ് സപ്ലൈ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് ലിഡിന്റെ സൈഡിലായിട്ട്, മീൻസ് ഇത് ഫ്ലോട്ടിംഗ് ലിഡ് ആണ്, ഇതിന്റെ സൈഡിലായിട്ട്, അതായത് ഈ ഡൈജസ്റ്ററിന്റെ ഏകദേശം ഒരുപാട് താഴെയല്ല, ഒരു മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ഔട്ട്ലെറ്റും കൂടിയുണ്ട്. ആ ഔട്ട്ലെറ്റിലൂടെ സ്ലറി പുറത്തേക്ക് റിലീസ് ചെയ്യും. സ്ലറി എന്ന് പറയുമ്പോൾ വാട്ടർ ആണ്, ദാറ്റ് ഈസ് റിച്ച് ഇൻ എന്താ പറയാ ഫെർട്ടിലൈസർ ആണ്, ഓർഗാനിക് ഫെർട്ടിലൈസർ, നല്ല എന്താ പറയാ നല്ല കൂടുതൽ ഓർഗാനിക് കണ്ടന്റ് ഉള്ള ഒരു ഫെർട്ടിലൈസർ ആണ്. അപ്പൊ സ്ലറി എന്ത് ചെയ്യുന്നു, ഈ ഒരു ഔട്ട്ലെറ്റിലൂടെ ഈ ഒരു ടാങ്കിലേക്ക് വന്ന് നിറയുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ലറി കളക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് വെജിറ്റബിൾസിന്റെ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഗാർഡൻ പ്ലാന്റ്സിനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ലറി യൂസ് ചെയ്ത് കൊടുക്കാം. സ്ലറി ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് ടാങ്കിൽ നിന്ന് റിലീസ് ചെയ്ത് വരുന്ന ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് എന്താണ്, ഗോബർ ഗ്യാസും കൂടി എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതില്. അപ്പൊ ബയോഗ്യാസ് മൈക്രോബ്സ് എങ്ങനെയാണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഒരു കോൺക്രീറ്റ് ടാങ്ക് ആണ് അതിനു വേണ്ടി വേണ്ടത്. ആ കോൺക്രീറ്റ് ടാങ്ക് മണ്ണിന്റെ 10 to 15 അടി ഡീപ്പിലേക്ക് കുഴിച്ചു വേണം ആ കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാക്കാനായിട്ട്. അല്ലെ നമ്മളത് കെട്ടുകയാണെങ്കിലും ഒരു 10 to 15 അടി കുഴി എടുത്തിട്ട് അതിലേക്ക് വേണം ഇത് കെട്ടി കൊടുക്കാനായിട്ട്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗഡങ് അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടാങ്ക് ഉണ്ട്. ഓക്കെ, ഡങ് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ടാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഫ്ലോട്ടിംഗ് ലിഡ് ഉണ്ട്. അതുപോലെ തന്നെ സ്ലറി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എഗെയിൻ ഒരു ചെറിയ ടാങ്ക് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കൗഡങ്ങിന്റെ പ്രോസസ്സ് കടന്നു പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബയോഗ്യാസ് പ്ലാന്റ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡങ് ഇടുന്നതിലൂടെ നമ്മൾ ഇടുന്നു, അത് കഴിഞ്ഞ് അവർ ഡയറക്ട്ലി ഡൈജസ്റ്ററിലേക്ക് പോകുന്നു. ഡൈജസ്റ്ററിൽ എത്രത്തോളം ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നു അതിനനുസരിച്ചിട്ട് ആ ഫ്ലോട്ടിംഗ് ലിഡ് പതുക്കെ 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 ഫ്ലോട്ട് ചെയ്ത് പോകുന്നു. ഫ്ലോട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ ആ ഒരു ഔട്ട്ലെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്ന സപ്ലൈ, ഗ്യാസിന്റെ സപ്ലൈ ഉണ്ടാവും. അതുപോലെ തന്നെ
സ്ലറി ഒരു ഔട്ട്ലെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്ത് പോകാനായിട്ട് സഹായിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബയോഗ്യാസ് പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു സെറ്റപ്പാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ്. ഇപ്പൊ ചിലവരുടെ വീട്ടിലൊക്കെ ഇതുണ്ടാവും, എന്താ പറയാ, വേസ്റ്റ് കമ്പോസ്റ്റിന്റെ പിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. ചിലവർക്ക് ഇതുപോലെ കൗഡങ് അല്ലാണ്ടും ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ഈ ഒരു ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുണ്ടോ? ആരുടെങ്കിലും വീട്ടിലുണ്ടോ? എനിവൺ? ഉണ്ടോ മക്കളെ? യെസ്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. എസ്, നോ, എന്തെങ്കിലും ഒന്ന് പറയൂ. നോ, ഓക്കെ, ശരി. അപ്പൊ ഇതുപോലത്തെ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും കാണാൻ പറ്റുക. കണ്ടോ, ഇതുപോലെയുള്ളൊരു, ഇതുപോലെ കാണാം. കണ്ടോ, ഇത് 10 to 15 അടി, പല രൂപത്തിലാണ് കേട്ടോ. ചിലപ്പോ ഇങ്ങനത്തെ ടാങ്ക് ആയിരിക്കും, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു സാധനം, അതായത് ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, IARI, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഇത് രണ്ടും എക്സ്പാൻഷൻ പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള രണ്ട് ആൾക്കാർ. ഓക്കെ, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനുമാണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബയോഗ്യാസിൽ മൈക്രോബ്സ് ആക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസ്. മൈക്രോബ്സ് ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസ്. ബയോ കൺട്രോൾ ഈസ് യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ്സ്. ബയോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറെ അധികം ബയോളജിക്കൽ മെത്തേഡ്സിലൂടെയാണ് ഇവര് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഇപ്പൊ ഫോർ കൺട്രോളിങ് പ്ലാന്റ് ഡിസീസ് ആൻഡ് പെസ്റ്റ്. പ്ലാന്റ് ഡിസീസിനെയും പെസ്റ്റിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോ കൺട്രോൾ ഏജൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, കൺട്രോളിങ് പെസ്റ്റ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ പ്രൊഡേഷൻസ്. നമ്മുടെ നാച്ചുറൽ തന്നെ ഉണ്ടാവുന്ന പ്രൊഡേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബയോ കൺട്രോൾ പെസ്റ്റ്, എന്താ പറയാ, പെസ്റ്റ് അല്ലെങ്കിൽ ഡിസീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്, മൈക്രോബ്സ് നശിപ്പിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ഫാർമർ ഒക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഹെൽത്തിനെ നമ്മൾ എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഡെവലപ്പ് ചെയ്യിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണിത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓർഗാനിക് ഫാർമേഴ്സ്, ഇപ്പൊ കുറെ അധികം ഓർഗാനിക് ഫാർമേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. അവരെങ്ങനെയാണ് കൂടുതൽ പെസ്റ്റിനെ നശിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഇപ്പൊ പെസ്റ്റിനെ നശിപ്പിച്ചു കഴിഞ്ഞാല് കുറെ കാലങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു പെസ്റ്റിനെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ഇങ്ങനത്തെ ബയോ കൺട്രോൾ ഏജൻസി കെമിക്കൽസ് യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അഫക്ട് ദി ഫുഡ് ചെയിൻ അല്ലെ. ഫുഡ് ചെയിനെ കംപ്ലീറ്റ്ലി അഫക്ട് ചെയ്യുന്ന രീതിയിലായി മാറും. സോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഗാനിക് പ്രോസസ്സ്, ഓർഗാനിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓർഗാനിക് മെത്തേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, കുറെ അധികം ഓർഗാനിസത്തെ നശിപ്പിക്കാതെ നമ്മളുടെ ഫ്ലോറ ആൻഡ് ഫോണിനെ കംപ്ലീറ്റ്ലി പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനും നമുക്ക് സാധിക്കും. സോ ഇതിൽ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ലേഡി ബേർഡ് കൺട്രോൾസ് ആപ്പിഡ്സ്. ലേഡി ബേർഡ് എന്ന് പറയുന്ന ബീറ്റിൽസ് ആപ്പിഡ്സിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്ലൈസ് കൺട്രോൾ മൊസ്കിറ്റോസ്. ഡ്രാഗൺ ഫ്ലൈസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ തുമ്പി കൂടുതലായിട്ടുണ്ടെങ്കിൽ കൊതുക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്, മൊസ്കിറ്റോസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കുറെ അധികം തുമ്പികളിനെ എന്ത് ചെയ്യണം, വളർത്തണം. വളർത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് എന്തുണ്ടാവില്ല എന്നാണ് പറയുന്നത്, കൊതുക് ഉണ്ടാവില്ല. സോ അതേപോലെ കെമിക്കൽസ് അല്ലെ, ലേഡി ബേർഡ് എന്ത് ചെയ്യുന്നു, ആപ്പിഡ്സിനെ കഴിക്കും. ലേഡി ബേർഡ് ആപ്പിഡ്സിനെ കഴിച്ചു കഴിയുമ്പോൾ ആപ്പിഡ്സ് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന അതൊന്നും ഉണ്ടാവില്ല. അല്ലെ, കൂടുതലായിട്ട് ആപ്പിഡ്സിനെ എന്ത് ചെയ്യുന്നു, നശിപ്പിച്ചു കഴിഞ്ഞാൽ ആപ്പിഡ്സിന്റെ എണ്ണം കുറഞ്ഞു വരും. സോ അങ്ങനെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ് കിൽ ബോത്ത് യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ ഓർഗാനിസംസ് ആൻഡ് കോസ് പൊല്യൂഷൻസ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഹാംഫുള്ളും ആണ് അതുപോലെ തന്നെ നല്ലതുമാണ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും
നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിനെ നശിപ്പിക്കും, ഹാംഫുൾ ആയിട്ടുള്ള ആൾക്കാരിനെ നശിപ്പിക്കും. അത് മാത്രമല്ല മക്കളെ പൊല്യൂഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ വേറെ നമ്മളുടെ ഇപ്പൊ ഈ ഒരു പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വാട്ടറിലൊക്കെ കൂടുതലായിട്ട് വാട്ടർ പൊല്യൂഷനും സോയിൽ പൊല്യൂഷനും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. സോ നമുക്ക് അങ്ങനെ അല്ലാണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ഒരു മെത്തേഡാണ് നമ്മുടെ ബി ടി എന്താ കേട്ടിട്ടുണ്ടോ? ബി ടി കോട്ടൺ ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ബി ടി ആണ്. ഡ്രൈഡ് ബി ടി സ്പോർസ് ആണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ടു കൺട്രോൾ ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബി ടി സ്പോർസ് യൂസ് ചെയ്യുന്നത്. ബേസിലസ് തുറിഞ്ചിനസിസ് എന്ന് പറയുന്നതാണ് ബീറ്റിന്റെ ഫുൾ ഫോം. അപ്പൊ ഡ്രൈഡ് സ്പോർസ് ചെറിയ സ്പോറുകൾ ഉണ്ട്, ബി ടി സ്പോറുകൾ. അതിനെന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. ഓക്കെ, മിക്സ്ഡ് വിത്ത് വാട്ടർ. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? നമ്മുടെ പ്ലാന്റ്സിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. such as brassicas and fruits, fruits and fruit ട്രീസിനൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിക്കുന്ന കാറ്റർപില്ലർക്ക് അവരുടെ ഗട്ടിലേക്ക് അതെത്തും. ഓക്കെ, അത് കഴിക്കുന്ന കാറ്റർപില്ലറിന്റെ ഗട്ടിലേക്ക് ഈ ഒരു ഡ്രൈഡ് സ്പോർസിന്റെ സ്പ്രേ എത്തിപ്പെടും. അങ്ങനെ എത്തിക്കഴിയുമ്പോ ദ ടോക്സിൻ റിലീസ് ആൻഡ് ദ ലാർവ ഗെറ്റ് കിൽഡ്. ആ ടോക്സിൻ അവരുടെ ഗട്ടിൽ എത്തിക്കഴിയുമ്പോൾ ആ ടോക്സിൻ സബ്സ്റ്റൻസസ് റിയാക്ഷൻ ചെയ്തു തുടങ്ങും, റിയാക്ഷൻ കണ്ടു തുടങ്ങും. അങ്ങനെ റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എന്ത് ചെയ്യുന്നു? നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടായി വരും. അങ്ങനെ ആ ലാർവ കംപ്ലീറ്റ്ലി കൊല്ലപ്പെടും. ഓക്കെ, ഇൻ ദെയർ ഗട്ട് ദ ടോക്സിൻ ഈസ് റിലീസ്ഡ് ആൻഡ് ദ കാറ്റർപില്ലർ അല്ലെങ്കിൽ ആൻഡ് ദ ലാർവ ഗെറ്റ് കിൽഡ്. ഓക്കെ, അപ്പോ these are eaten by the insects larva. In the gut of the larva, the toxin is released and the larva gets killed. The bacterial disease. So scientists have introduced BT toxin genes into plants. അപ്പൊ BT cotton ആണ് ഇത് കൂടുതലായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ BT ഇത്രയേ ഉള്ളൂ. BT കാറ്റർപില്ലറിനെ നശിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? BTന്റെ സ്പോർ, ഡ്രൈ ആയിട്ടുള്ള സ്പോർ കളക്ട് ചെയ്യുന്നു. ആ സ്പോർ നമുക്ക് വാങ്ങിക്കാനും കിട്ടും, സാഷേയില് പാക്കറ്റ്സിൽ വാങ്ങിക്കാൻ കിട്ടും. അതിന് നമ്മൾ ആ സ്പോറിന് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തിട്ട് പ്ലാന്റ്സിലേക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്ത് കൊടുക്കാം? സ്പ്രേ ചെയ്ത് കൊടുക്കാം. ദെൻ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഫ്രൂട്ട്സിന്റെ ട്രീസ് അതുപോലെ തന്നെ ബ്രാസിക്കസിനൊക്കെയാണ് കൂടുതലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ കാറ്റർപില്ലേഴ്സിനെ നശിപ്പിക്കാനാണ് ചെയ്യുന്നത്. അത് കഴിക്കുന്ന കാറ്റർപില്ലർ എന്ത് സംഭവിക്കുന്നു? കാറ്റർപില്ലർ കഴിച്ചു കഴിഞ്ഞാൽ കാറ്റർപില്ലറിന്റെ ഗട്ടിൽ പോയിട്ട് ഇതിന്റെ റിയാക്ഷൻ നടന്നു തുടങ്ങും. അങ്ങനെ അതിന്റെ ലാർവ കംപ്ലീറ്റ്ലി നശിച്ചു പോകും, കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സയന്റിസ്റ്റ് BTയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സക്സസ് ആയി മാറി. ഓക്കെ, BT കോട്ടണിലാണ് ചെയ്തത്. അടുത്തത് ട്രൈക്കോഡെർമ ഫംഗസ്. ഫസ്റ്റ് വൺ BT ആണ്, സെക്കൻഡ് വൺ ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. ഇത് റൂട്ട് എക്കോസിസ്റ്റത്തിലാണ് കണ്ടുവരുന്നത്. ട്രൈക്കോഡെർമ ഈസ് സീൻ ഇൻ ദ റൂട്ട് എക്കോസിസ്റ്റം. കണ്ടോ, ഇത് റൂട്ട് എക്കോസിസ്റ്റത്തിലാണ്. ഇത് കണ്ടോ, റൂട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഇങ്ങനെ മഞ്ഞ കണ്ട്. ദേ കൺട്രോൾ സെവറൽ പ്ലാന്റ് പാത്തജൻസ്. പ്ലാന്റ്സിനെ അഫക്ട് ചെയ്യുന്ന പാത്തജൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു റൂട്ടിലുള്ള ട്രൈക്കോഡെർമ വളരെയധികം സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രൈക്കോഡെർമ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ റൂട്ട് ആണ്, വിച്ച് ഹാൽസ് വളരെയധികം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഇത് ഒരു ഫ്രീ ലിവിങ് ഫംഗസ് ആണ്. റൂട്ട് എക്കോസിസ്റ്റത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു ഫംഗസും കൂടിയാണ്. ഇതിന് കുറേയധികം ബയോ കൺട്രോൾ ഏജൻസ് കുറേയധികം ഉണ്ട്. ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്ലാന്റ് ഡിസീസിനെ കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാനും ഈ ഒരു ട്രൈക്കോഡെർമ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ ട്രൈക്കോഡെർമയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രൈക്കോഡെർമയും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടാണ് കേട്ടോ. ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഫംഗസ് ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, ഫ്രീ ലിവിങ് ഫംഗസ് ആണ് നമ്മുടെ ഈ ട്രൈക്കോഡെർമ എന്ന് പറയുന്നത്. അതും കൂടി ഓർത്തു വെക്കണം. ട്രൈക്കോഡെർമ അതിങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഫ്രീ ലിവിങ് ഫംഗസ് ഏതാണ്? അപ്പൊ നമ്മൾ കുറെ ഫംഗസ് ബോട്ടണിയിലും പഠിച്ചിട്ടുണ്ട്, സുവോളജിയിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. കുറെ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ ഈ ഒരു ചാപ്റ്റർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. പക്ഷെ കുറെ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് ഫംഗസ് ഇവിടെ മാത്രമല്ലേ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു തോന്നൽ വരില്ല. സോ ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് ഒരു ഫ്രീ ലിവിങ് ഫംഗസ് ആണ്. അത് കോമൺ റൂട്ട് എക്കോസിസ്റ്റത്തിനെ ആണ് മെയിൻലി അത് നോക്കുന്നത്. അതുപോലെ തന്നെ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കുറെ അധികം പ്ലാന്റ്സിന്റെ പാത്തജൻസിനെ നശിപ്പിക്കുന്നുണ്ട്.
ഇത് എന്ത് ചെയ്യണം, പ്ലാന്റ് ഡിസീസിനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ആളാണ് മൈക്രോബിയൽ ബയോ കൺട്രോൾ ഏജൻസിന്റെ മൂന്നാമത്തെ ആളാണ് ബാക്കുലോ വൈറസ്, എസ്പെഷ്യലി ന്യൂക്ലിയോ പോളി ഹെട്രോ വൈറസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ന്യൂക്ലിയോ പോളി ഹെട്രോ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. NPV എന്നും ഇതിന് ഷോർട്ട് ഫോമിൽ പറയും. NPV എന്നും പറയും. NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ന്യൂക്ലിയോ പോളി ഹെട്രോ വൈറസ് ആണെന്ന് അറിയണം. ഈ ബാക്കുലോ വൈറസ് പാത്തജൻസ് ആണ്. ഇവര് എന്തിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? അതായത് അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് അതർ ആർത്രോപോഡ്സ്. ബാക്കുലോ വൈറസ് അറ്റാക്ക് ഇൻസെക്റ്റും അതുപോലെ തന്നെ ആർത്രോപോഡ്സിനും. ആർത്രോപോഡ്സ് നമുക്കറിയാം അല്ലെ, ആർത്രോപോഡ്സിനെയും ഇൻസെക്ട്സിനെയും അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരെന്താണ്, സ്പീഷ്യസ് സ്പെസിഫിക് ആണ്. സ്പീഷ്യസ് സ്പെസിഫിക് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പീഷ്യസിനെ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഓരോ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പീഷ്യസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീഷ്യസ് എന്ത് ചെയ്യില്ല, കുറെ കാലം അവിടെ നിലനിന്ന് പോലെ. നാരോ സ്പെക്ട്രം ആണ് ഇവര്. നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ അപ്ലിക്കേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ അപ്ലിക്കേഷൻസ്. ഓക്കെ, പിന്നെ അടുത്തത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിനൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട്. ബെനിഫിഷ്യൽ ഇൻസെക്ട്സ്, ആവശ്യമുള്ള ഇൻസെക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ അല്ലെ, എന്നാലേ നമ്മുടെ എക്കോളജിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസേർവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാക്കുലോ വൈറസ് യൂസ് ചെയ്യാൻ പറ്റും. ഇവരുടെ ജീൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, മെജോറിറ്റി ഓഫ് ബാക്കുലോ വൈറസ് എന്ന് പറയുന്നത് അവർ ബയോ കൺട്രോൾ ഏജൻസ് ആണ്. അവരുടെ ജീനസ് ആണ് എന്താ, ന്യൂക്ലിയോ പോളി ഹെട്രോ വൈറസ് എന്ന് പറയുന്നത്. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷ്യസ് സ്പെസിഫിക് ആണ്. ചില സ്പീഷ്യസിന് മാത്രമേ ഇവർ അപ്ലിക്കബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവന് നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ അപ്ലിക്കേഷൻ എന്നും പറയുന്നുണ്ട്. ഇവർ ഒരിക്കലും നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒന്നും തരുന്നില്ല. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയല്ല ഇവര്. ഓർഗാനിസത്തിനെയോ പ്ലാന്റ്സിനെയോ മാമൽസിനെയോ ബേർഡ്സിനെയോ ഫിഷസിനെയോ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ടാർഗറ്റ് ചെയ്യുന്നില്ല. ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ മാത്രം കൊല്ലുന്നു, അങ്ങനെ ഒരിക്കലും ഇവരെന്ത് ചെയ്യില്ല, പറയാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഇവരിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബെനിഫിഷ്യൽ ആണ് ഇവര്, വളരെയധികം ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ നമ്മുടെ എക്കോളജിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ഒരു വൈറസിന് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്കുലോ വൈറസ്. ഇനി അടുത്തത് ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മൈക്രോബ്സ് കുറച്ചുണ്ട്. ഓക്കെ, അതില് ബയോ ഫെർട്ടിലൈസേഴ്സ് നോക്കിയ റൂട്ട് നോഡ്യൂൾസിൽ കാണുന്ന കുറെ അധികം ആൾക്കാരുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് നോഡ്യൂൾസിൽ കാണുന്നത് ഏതാ മക്കളെ? റൂട്ട് നോഡ്യൂൾസിൽ കാണുന്നത് യെസ് പറഞ്ഞേ. യെസ്, നോക്കി. അപ്പൊ നമ്മുടെ റൈസോബിയം, ആസോസ്പൈറലം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും അല്ലെ. റൈസോബിയം അതുപോലെ തന്നെ ആസോസ്പൈറലം. അതിൽ ബയോ ഫെർട്ടിലൈസേഴ്സ് are organics that enrich the nutrient quality of the soil. നമുക്കറിയാം ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഗുഡ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെ. ബയോ ഫെർട്ടിലൈസർ ഏറ്റവും നല്ല ഒരു ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ ആണ്. നമ്മൾ ആരിനെ കമ്പയർ ചെയ്യുമ്പോൾ, കെമിക്കലിനെ കമ്പയർ ചെയ്യുമ്പോൾ. കെമിക്കൽ ആണെങ്കിൽ കുറെ അധികം സൈഡ് എഫക്ട്സ് അല്ലെ, പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെയുള്ള പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ബയോ ഫെർട്ടിലൈസർ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല. സോ ഈ ബയോ ഫെർട്ടിലൈസേഴ്സ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മുടെ കുറെ ആൾക്കാരും കൂടി ഉണ്ട്. ആരൊക്കെയാണ്? മൈക്രോബ്സ് ഉണ്ട്. മെയിൻ സോഴ്സസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരാണ് ബാക്ടീരിയ, ഫംഗൈ, സൈനോബാക്ടീരിയ. ഓക്കെ, ബയോ ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ബാക്ടീരിയ, ഫംഗൈ ആൻഡ് സൈനോബാക്ടീരിയ. ഓക്കെ, ഇത്രയും ആൾക്കാരാണ്. ഇനി അടുത്തത് റൈസോബിയം. റൈസോബിയം എന്ന് പറയുന്നത് നമുക്കറിയാം സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ കാണുന്നതാണ് അല്ലെ. പയറ് ചെടികളുടെ റൂട്ടില് ഒരു നൊഡ്യൂൾസ് ഉണ്ടാവും. ഇതുപോലെയുള്ള നൊഡ്യൂൾസ് കാണാൻ പറ്റും. ആ നൊഡ്യൂൾസിൽ കാണുന്ന ഒരു ബാക്ടീരിയാസ് ആണ് റൈസോബിയം എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താ? ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. നൈട്രജൻ ഫിക്സേഷൻ ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. റൈസോബിയം ദാറ്റ് ഈസ് എ സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. റൂട്ട് നൊഡ്യൂൾസ്, ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിലാണ് ഇവർ കാണുന്നത്. ദെൻ അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താ മക്കളെ? ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ലിവിങ് ബാക്ടീരിയ ഇൻ ദ സോയിൽ. സോയിലില് ഫ്രീ ലിവിങ് ബാക്ടീരിയ നമുക്കറിയാം. സിംബയോട്ടിക് ബാക്ടീരിയ റൂട്ട് നൊഡ്യൂൾസിൽ കാണുന്നത് റൈസോബിയം. ഫ്രീ ലിവിങ് ബാക്ടീരിയ ഇൻ ദ സോയിൽ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീ ലിവിങ് ബാക്ടീരിയ ഇൻ ദ സോയിൽ. ബാക്ടീരിയ
സോയിലില് കാണുന്നത്, അതായത് ഫ്രീ ലിവിങ് ബാക്ടീരിയ, സോയിലില് ഫ്രീ ആയിട്ട് കാണുന്ന ബാക്ടീരിയ ഏതാണ്? ആസോസ്പൈറിലം, അസറ്റോബാക്ടർ. എന്താണ് അവരുടെ ഫംഗ്ഷൻ? എന്താ? എൻറിച്ച് ദ നൈട്രജൻ കണ്ടന്റ് ഓഫ് ദി സോയിൽ. സോയിലിലെ നൈട്രജൻ കണ്ടന്റ് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ. അപ്പൊ ഫ്രീ ലിവിങ് ബാക്ടീരിയ സോയിലുള്ള ഫ്രീ ലിവിങ് ബാക്ടീരിയ ഏതൊക്കെയാണ്? ആസോസ്പൈറിലം, അസറ്റോബാക്ടർ. ഇതിപ്പോ തന്നെ പഠിച്ചു പോവാ. ഫ്രീ ലിവിങ് ബാക്ടീരിയ ഇൻ ദ സോയിൽ, സോയിലുള്ള ഫ്രീ ലിവിങ് ബാക്ടീരിയ ദാറ്റ് ഈസ് ആസോസ്പൈറിലം ആൻഡ് അസറ്റോബാക്ടർ. അവരുടെ ഫംഗ്ഷൻ എന്താ? നൈട്രജൻ കണ്ടന്റ് ഓഫ് ദി സോയിൽ കൂട്ടുക, നൈട്രജൻ കണ്ടന്റ് എൻറിച്ച് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ. സോ ബയോ ഫെർട്ടിലൈസർ കഴിഞ്ഞു, റൈസോബിയം കഴിഞ്ഞു, അതുപോലെ തന്നെ ആസോസ്പൈറിലം, അസറ്റോബാക്ടറും കഴിഞ്ഞു. ക്ലിയർ ആണോ? മിസ്. അടുത്തത് നമുക്ക് മൈക്കോറീസ. മൈക്കോറീസ എന്താ? സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. കണ്ടോ? ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. Fungus and the roots of higher plants. So that is mycorrhiza എന്ന് പറയുന്നത്. ഈ മൈക്കോറീസിന്റെ ജീനസ് എന്ന് പറയുന്നത് ഗ്ലോമസ് ആണ്. ജീനസ് അല്ലെങ്കിൽ എക്സാമ്പിൾ ഒക്കെ നമുക്ക് പറയാം ഗ്ലോമസ്. മൈക്കോറീസ ഒരു ഫോമിക് ഫംഗൽ ജെനറിയിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. The fungus gets food from the plant. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഫംഗസ്, എന്താ പറയാ, ഫംഗസ് ആരുടെ റൂട്ടിൽ ഉണ്ടാവുന്നു? ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടിൽ ഉണ്ടാവുന്നു. ദെൻ ഈ ഫംഗസ് എവിടെ നിന്ന് ഫംഗസിന് ഫുഡ് കിട്ടും? ഈ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടിൽ ഉള്ളത് കൊണ്ട് ആ ഹയർ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഫംഗസ് ജീവിക്കുന്നത്. അപ്പൊ ഫംഗസ് കംപ്ലീറ്റ്ലി ആരിൽ നിന്ന് ഫുഡ് എടുക്കുന്നു? ഹയർ പ്ലാന്റ്സിൽ നിന്ന് ഫുഡ് എടുക്കുന്നു. എങ്ങനെയൊക്കെയാ നോക്കിയാ? അബ്സോർബ് ഫോസ്ഫറസ് ഫ്രം സോയിൽ ആൻഡ് പാസ് ഇറ്റ് ടു ദ പ്ലാന്റ്. ഫോസ്ഫറസ് സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് അത് എന്ത് കൊടുക്കുന്നു? പ്ലാന്റ്സിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഫോസ്ഫറസ് ആര്? ഫംഗസ് അബ്സോർബ് ചെയ്യുന്നു, പ്ലാന്റ്സിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അത് കഴിഞ്ഞാൽ give resistance to root-borne pathogens and tolerance to salinity and drought. പ്ലാന്റ്സിന് പാത്തജൻസിന്റെ അറ്റാക്ക് ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ സലൈനിറ്റി ഇല്ലാതിരിക്കാനും ഡ്രഫ്റ്റ് മീൻസ് വരൾച്ചയൊന്നും കൂടുതലായിട്ട് പ്ലാന്റ്സിനെ അഫക്ട് ചെയ്യാതിരിക്കാനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ ഫംഗസ് സഹായിക്കുന്നുണ്ട്. ഇനി ഗിവ് ഓവറോൾ ഇൻക്രീസ് ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പ്ലാന്റ് ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിനെയും വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫംഗസ് കാർബോഹൈഡ്രേറ്റ് ഫ്രം പ്ലാന്റ്സ്. ഫംഗസ് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഫംഗസ് ആണ് ഇവിടെ കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. ആർക്കാ? ഹയർ പ്ലാന്റ്സിന്. എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണത്? ഫോസ്ഫറസ് കൊടുക്കുന്നു, മണ്ണിലുള്ള ഫോസ്ഫറസ് കംപ്ലീറ്റ്ലി വലിച്ചെടുത്ത് പ്ലാന്റ്സിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ റൂട്ടിന് അസുഖങ്ങളൊന്നും, റൂട്ടിൽ എന്തെങ്കിലുമൊക്കെ പാത്തജൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സലൈനിറ്റി ഡ്രഫ്റ്റിൽ നിന്നൊക്കെ പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കംപ്ലീറ്റ് ഗ്രോത്തിന് സഹായിക്കുന്നു. പ്ലാന്റ്സിന്റെ കംപ്ലീറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ മൈക്കോറീസ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിയേ സൈനോബാക്ടീരിയം ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓട്ടോട്രോപിക് മൈക്രോബ്സ് ആണ്, നൈട്രജൻ ഫിക്സിംഗ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് അനബീന, നോസ്റ്റോക്, ഓസ്ലേരിയ. ഓക്കെ. ഈ പാഡി ഫിൽസ് സൈനോബാക്ടീരിയ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു മക്കളെ? ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ആർ ഓർഗാനിക് മാറ്റർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ സൈനോബാക്ടീരിയ നമുക്കറിയാം ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ദേ ആർ ഓട്ടോട്രോപിക് ആണ്, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നു. ആ സൈനോബാക്ടീരിയന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണേ. അനബീന, നോസ്റ്റോക്, ഓസ്ലേരിയ. ദെൻ പാഡി ഫീൽഡ്സിൽ കൂടുതലായിട്ടുണ്ട്. പാഡി ഫീൽഡ്സിൽ ഇവർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആക്ട് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻക്രീസ് ദ ഫെർട്ടൈൽ കണ്ടന്റ് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് അതാണ്. ഇനി അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അല്ലെ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്ന് നോക്കിയേ. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം, Saccharomyces cerevisiae, Trichoderma polysporum, Streptococcus, ethanol, Streptokinase, butyric acid, Cyclosporin A. ഇത്രയും തന്നിട്ടുണ്ട്. ഇതൊന്ന് മാച്ച് ചെയ്യുക. ഏതൊക്കെ എങ്ങനെയാ വരിക എന്നുള്ളത് പറയാം. A3.
B1, B1, A3, B4, B1, C4 D2. ഓട്ടോമാറ്റിക്കലി വെച്ചു. അപ്പൊ നമുക്ക് വരുന്നത് ഓപ്ഷൻ 3. ഓക്കെ, ചെയ്യാൻ പറ്റില്ലേ? Miss. യെസ്. അടുത്തത് ആസ്പെർജില്ലസ് നൈഗർ, അസിറ്റോബാക്ടർ അസിറ്റി, കൊളസ്ട്രീഡിയം. ഇത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. Acetobacter aceti, acetic acid. Aspergillus niger, Aspergillus citric acid. നൈട്രിക് ആസിഡ്. ആസ്പെർജില്ലസ് നൈഗർ സിട്രിക് ആസിഡ് അല്ലേ? Acetic acid. Acetobacter aceti, butyric acid. Sorry, acetic acid. അപ്പൊ നമുക്ക് ഓപ്ഷൻ 1 ആണ് വരിക. ബാക്കിയുള്ളവർ ചെയ്യണ്ടോ? കുറച്ച് ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ, റെസ്പോൺസുള്ളൂ. ഇതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കിയുള്ളത് ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്, റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഒരു ക്രൈജീൻസിന്റെ കുറച്ച് കാര്യങ്ങൾ, അതും ഇതുപോലത്തെ ഒരു ടൈപ്പിന് സ്പോസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അടുത്തത് ഈ ഒരു മാച്ചിൽ ഫോളോയിങ് നോക്കിയേ. A2, A2, B1, B1, C4, C4, D3, D3. 3. Okay. Yes. അടുത്തത് which of the following is commercial blood cholesterol levels? Blood cholesterol എന്ന് പറഞ്ഞാൽ തന്നെ 3 streptococcus. ബ്ലഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റാറ്റിൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല? Yes, കൊളസ്ട്രോൾ സ്റ്റാറ്റിൻ. Okay, miss. ഓക്കെ, അടുത്തത് കൺവേർഷൻ ഓഫ് B12. അതറിയാം. ലാബ് Convert milk to curd. എല്ലാം പാർഷ്യലി ഡൈജസ്റ്റ് കേസിനാണ്. കേസിൻ എന്ന് പറയുന്നത് മിൽക്കിൽ ഉണ്ടാവുന്ന പ്രോട്ടീൻ ആണ്. മിൽക്കിലുള്ള പ്രോട്ടീനാണ് കേസിൻ എന്ന് പറയുന്നത്. പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് സൈനോകോബാൾമിൻ. ഈ സൈനോകോബാൾമിൻ നമുക്ക് പഠിക്കാനില്ല, പക്ഷെ അതും കൂടി നമുക്ക് ഇങ്ങനെ ഓപ്ഷനിൽ തരാം. സൈനോകോബാൾമിൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് കൂടുതലാണ്. അതായത് സൈനോകോബാൾമിൻ എന്ന് പറയുന്നത് B12 ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അറിഞ്ഞു വെക്കുക. അത് നിങ്ങൾക്ക് മറ്റേ ഡൈജഷൻ എന്നുള്ള ചാപ്റ്ററിൽ വരുന്നതാണ്. അത് നമുക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ട് ആണ് ഈ ഒരു സയന്റിഫിക് നെയിം അറിയാത്തത്. ഓക്കെ, അപ്പൊ ഓൾ ഓഫ് ദീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൽ ഡൗട്ട് ഉണ്ടോ മക്കളെ? No, miss. അടുത്തത് Cheese. ചീസ്. ഓക്കെ, അത് നമുക്കറിയാം. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പുട്ട് ഇൻടു അനറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ ഫോർ ഫർദർ സീവേജ് ട്രീറ്റ്മെന്റ്? അത് നമുക്ക് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ് കേട്ടോ. സ്ലഡ്ജ് ഫസ്റ്റ് അനറോബിക് സ്ലഡ്ജ് കൊടുക്കുന്നത് ഡൈജസ്റ്റിൽ കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ്? ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. അതൊരു സെന്റൻസ് നമുക്ക് NCERT കൊടുത്തിട്ടുണ്ട്. Which of the following is sewage treatment to remove suspended solids? മുകളിൽ ഇങ്ങനെ പാറിക്കിടക്കുന്ന സസ്പെൻഡഡ് സോളിഡ്സിനെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിനെ എന്ത് വിളിക്കും, എന്താ പറയാ? പ്രൈമറി ട്രീറ്റ്മെന്റ്. BOD, Biological Biochemical oxygen. yes. Which of the following can be used as biocontrol agent in the treatment of plant disease? Plant disease എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഡിസീസിന് ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഞാൻ പറഞ്ഞു ക്ലാസ് എടുക്കുമ്പോൾ ട്രൈക്കോഡർമ. അടുത്തത് സെലക്ട് ദ കറക്റ്റ് ഗ്രൂപ്പ്. കറക്റ്റ് ഇൻകറക്റ്റ് എന്നൊക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഇൻകറക്റ്റ് ഓപ്ഷൻ ആണോ, കറക്റ്റ് ഓപ്ഷൻ ആണോ, അല്ലെങ്കിൽ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. Yes. ബയോ കൺട്രോൾ ഏജന്റ്. Biochemical oxygen demand അല്ലേ? ബയോകെമിക്കൽ, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അല്ല മിസ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. BOD, യെസ് മാം, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലേ? ജസ്റ്റ് മിനിറ്റ് ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ. ചില കാര്യങ്ങൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും.
ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം ഇപ്പൊ തന്നെ കൺഫേം ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ നിങ്ങൾ. അടുത്തത് 13th ക്വസ്റ്റ്യൻ നോക്കിക്കേ. 13th ക്വസ്റ്റ്യൻ ഏതാ ആൻസർ വരിക എന്ന് പറഞ്ഞേ? സെലക്ട് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് ബയോ കൺട്രോൾ ഏജൻറ്റ്സ്. ഏതൊക്കെയാ വരിക? ഓപ്ഷൻ 4 ആണോ? യെസ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. സോറി, മിസ്റ്റേക്ക്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഏതാ പറയാ ബയോ കൺട്രോൾ ഏജൻറ്റ്സ് ഏതാ വരിക? ഓപ്ഷൻ 4 ആണോ? ഓപ്ഷൻ 4 എങ്ങനെയാ വരിക? ബയോ കൺട്രോൾ ഏജൻറ്റ്സ്. ഓപ്ഷൻ 4 എന്ന് പറയുന്നത് മറ്റേതല്ലേ മക്കളെ? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, ഫ്രീ ആയിട്ടുള്ള ബാക്ടീരിയ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്? അല്ല അതല്ല വരിക. ട്രൈക്കോഡർമ ബയോ കൺട്രോൾ ആണ് കേട്ടോ. ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഡയറക്ട്ലി പ്ലാന്റ്സിനെ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി പ്രൊട്ടക്ട് ചെയ്യുന്നു ഫ്രം ദി പെസ്റ്റ്. ഓക്കെ, അപ്പൊ ട്രൈക്കോഡർമ, ബാക്ലോവൈറസ്, BT, ഇത് 3 വരിക. ഇതൊക്കെ ഡിസീസ് അല്ലേ? ടുബാക്കോ മൊസാക്ക് വൈറസ് ഡിസീസ് ആൻഡ് ആപ്പിഡ്സ് എന്ന് പറയുന്നത് ഒരു പെസ്റ്റ് ആണ് അല്ലെ? അതിന് നമ്മൾ കാറ്റർപില്ലറിനെ കൊടുത്തിട്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്? നശിപ്പിക്കുന്നത്. ഇതാകുമ്പോൾ ട്രൈക്കോഡർമ ഓൾറെഡി നമ്മുടെ റൂട്ടിൽ കാണാൻ പറ്റുന്നത്, ബാക്കുലോ വൈറസ് കാണാൻ പറ്റുന്നത്, BT എന്ന് പറയുന്നത് സ്പോറുകളായിട്ട്. BT എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്നതാണ്. സ്പോറ് നമ്മൾ ഡയറക്ട്ലി സ്പ്രേ ചെയ്ത് കൊടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായതേ. ട്രൈക്കോഡർമ കാണിച്ചില്ല. ട്രൈക്കോഡർമ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ നോക്കിയേ, ദേ ആർ സീൻ ഇൻ ദ റൂട്ട് എക്കോസിസ്റ്റം. അത് റൂട്ടില് അത് തന്നെത്താൻ കാണുന്നതാണ്. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നില്ല, പ്ലാന്റിനെ കംപ്ലീറ്റ്ലി പ്ലാന്റ് പാത്തോജൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഡയറക്ട്ലി കൺട്രോൾ ചെയ്യണം. അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നോക്കി, ഇത് 3 നമ്മുടെ ബയോ കൺട്രോൾ ഏജൻസ് എന്ന് പഠിച്ചിട്ടുള്ളത് അല്ലെ? ബയോ കൺട്രോൾ ഏജൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് BT ഒന്ന് ബയോ കൺട്രോൾ ഏജൻസ് ആണ്, ഡയറക്ട്ലി ആയിട്ടുള്ളതാണ്. പ്ലാന്റ്സിന്റെ പാർട്ടിൽ നിന്ന് തന്നെ പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിയേ, ട്രൈക്കോഡർമ പിന്നെ ബാക്കുലോ വൈറസ്, ഇത് 3 എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ഇൻസെക്ട്സിനെയും ആർത്രോപോഡ്സിനെയും ഒക്കെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യുന്നു ഫ്രം ദ പ്ലാന്റ്സിൽ നിന്ന് തന്നെ എടുക്കുന്നു. ദെൻ പ്ലാന്റ്സിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു ഫ്രം എന്തിൽ നിന്ന്? എന്തെങ്കിലുമൊക്കെ ഇൻസെക്ട്സോ പെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ 3 മൈക്രോ ബയോ കൺട്രോൾ ഏജൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ 3 ആൾക്കാരാണ്. നമ്മൾ 3 ആൾക്കാരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്: BT, ട്രൈക്കോഡർമ, ബാക്കുലോ വൈറസ്. അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ മിസ്, മനസ്സിലായി. അടുത്തത് അത് കഴിഞ്ഞു. അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. ചൂസ് ദ റോങ് കോമ്പിനേഷൻ. റോങ് കോമ്പിനേഷൻ ഏതാണെന്നുള്ളത്. ബയോ ഫെർട്ടിലൈസർ ആണോ? ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞതാ. ട്രൈക്കോഡർമ ബയോ കൺട്രോൾ ഏജൻസ് ആണ്. BT helps to control butterflies and caterpillars. ഓക്കെ, മനസ്സിലായോ? ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. കുറെ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അതിന് കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയില്ല. പെട്ടെന്ന് ഉണ്ടാവുന്ന ചില കൺഫ്യൂഷൻസ് ഒന്നാണത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ക്ലിയർ ആണോ? ബാക്കി എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലാണോ മക്കളെ? മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? യെസ്, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണു. താങ്ക് യു.